ആമേൻ. നല്ലൊരു വിശുദ്ധ പകൽ ദൈവം നമുക്ക് വീണ്ടും തന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ. ഒരാഴ്ചക്കാലം മുഴുവനും ദൈവം നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തനായിരുന്നുവല്ലോ. ഒരു പരുന്തിൻ്റെ കാലിലും നമ്മെ വിടാതെ ദൈവം നമ്മളെ കരുതി. ആമേൻ. നമ്മുടെ കുടുംബത്തിൽ സമാധാനം തന്നു, സന്തോഷം തന്നു, അവസ്ഥകൾക്കെല്ലാം അവിടെ നിന്ന് വ്യത്യാസം തന്നു. അങ്ങനെ സാക്ഷ്യമുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട് ദൈവത്തിൻ്റെ സഭയിൽ? ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നമുക്ക് സന്തോഷത്തെ പകർന്നു തരുന്ന ദൈവമാണ്. നമ്മുടെ സഭയിലെ എല്ലാ ശുശ്രൂഷകന്മാർക്കും ശുശ്രൂഷകാര്യത്തികൾക്കും വിശേഷിച്ച് ഇന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ ആവലോടെ നിങ്ങൾ ദൈവത്തിൻ്റെ തിരുവെഴുത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന കാര്യം ഞാൻ നന്നായി അറിയുന്നു. ഞാനും അതിനുവേണ്ടി ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് വേണ്ടി ഞാനും നിങ്ങളുടെ മുമ്പാകെ മനസ്സ് തുറന്ന് കാത്തു നിൽക്കുകയാണ്. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു ആരാധന നമുക്ക് ദൈവത്തിന് കൊടുക്കാനായിട്ട് കഴിഞ്ഞു. കർത്താവ് നമുക്ക് നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ സഭയിൽ കൊടുക്കൽ വാങ്ങലുകളുണ്ട്. നമ്മൾ ദൈവത്തിന് ഊർജ്ജത്തോടുകൂടെ ആരാധന കൊടുത്തപ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു ഒരു താല്പര്യമുണ്ടായിരുന്നു, ദൈവം എൻ്റെ ആരാധന സ്വീകരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് എൻ്റെ ആരാധനയിൽ പ്രസാദം തോന്നണം. ആമേൻ. എന്നെ വർദ്ധിപ്പിക്കണം, എന്നെ ബലപ്പെടുത്തണം, എന്നെ വിശാലമാക്കണം, എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം തരണം, എന്നെ ആശ്വസിപ്പിക്കണം, എൻ്റെ കണ്ണുനീരുകളെ തുടയ്ക്കണം. ഇന്ന് പകലിൽ എൻ്റെ ദൈവം എന്നെ സ്പർശിക്കണം എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടെയാണ് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിന് ആരാധന സമർപ്പിച്ചത് എന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ദൈവം ആഗ്രഹിക്കുന്നത് താൻ സംസാരിക്കുമ്പോഴും അതേ ഊർജ്ജത്തോടു കൂടെ നമ്മൾ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെയും തിരുവചനത്തെയും സ്വീകരിക്കണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൽ നിന്നും കേൾപ്പാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാം അവകാശികളായി തീരണം എന്നുള്ളതാണ്. അടുത്തിരിക്കുന്നവർക്ക് കൈകളെ കൊടുത്ത് ചിരിച്ച മുഖത്തോടുകൂടെ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ അവകാശികളാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ഇവിടെ അല്ലാതെ നമുക്ക് എവിടെ സന്തോഷിക്കാൻ കഴിയില്ലേ? വീട്ടിൽ പോയ ചിലർക്ക് സന്തോഷമില്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പലരും നേരെ വെളുപ്പിന് ഇറങ്ങും കേട്ടോ. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് കാര്യമൊന്നുമില്ല. കാര്യം നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ കാണുന്ന സമയം 12 മണിക്ക് ശേഷമാണ്. പക്ഷെ അവർ കുളിച്ചൊരുങ്ങി 6 മണിക്ക് ഇറങ്ങും. എന്നിട്ട് രാത്രി താമസിച്ചേ കയറത്തുള്ളൂ. അപ്പം ഒരു സഹോദരനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഇറങ്ങിയിട്ട് ഇത്രയും താമസിച്ച് വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്ന്. എന്നും അവളുടെ മുഖമല്ലേ കാണുന്നത്, എന്നും ഒന്ന് കണ്ടുപിടിക്കാൻ വയ്യ. അതുകൊണ്ട് പുറത്ത് ഇറങ്ങി മാക്സിമം സമയം പുറത്ത് സ്പെൻഡ് ചെയ്തിട്ടാണ് വീട്ടിൽ ചെന്ന് കയറുന്നത്. നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആലയത്തിൽ സന്തോഷമുണ്ട്, ഭവനത്തിൽ സന്തോഷമുണ്ട്, നമ്മളായിരിക്കുന്നിടത്ത് സന്തോഷമുണ്ട്, നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ട്. സന്തോഷിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സമൂഹമാണ് ദൈവത്തിൻ്റെ സമൂഹം എന്ന് പറയുന്നത്. ആമേൻ. എന്തുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നതെന്ന് അറിയാമോ? പ്രിയ സനീഷ് പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ നടുവിൽ കർത്താവ് ഉള്ളത് കൊണ്ടാണ്. നടുവിൽ വരിക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അധികാരിയാണ്. ഹീ ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശു എന്നതുകൊണ്ടും എൻ്റെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളും പരിഹരിക്കാൻ ഒരൊറ്റ വ്യക്തിക്ക് കഴിയൂ, അതെൻ്റെ കർത്താവിനാണെന്നും അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ നടുവിൽ പിടിച്ചിരുത്തുന്നത്. അവിടെ നിന്ന് എനിക്ക് വ്യവഹാരം ചെയ്യണം, അവിടെ നിന്ന് വാഴണം, അവിടെ നിന്ന് റൂൾ ചെയ്യണം, എൻ്റെ കാര്യങ്ങൾ നടത്തിത്തരണം, അങ്ങെനിക്ക് രാജാവായിരിക്കണം, അങ്ങെനിക്ക് അധികാരിയായിരിക്കണം, അങ്ങെനിക്ക് കർത്താവായിരിക്കണം, അങ്ങെനിക്ക് നായകനായിരിക്കണം. അങ്ങെനിക്ക് നായകനും കർത്താവും രാജാവുമായി ഇരുന്നാൽ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ വിഷമങ്ങളും മാറിപ്പോകും. ആമേൻ. നമ്മൾ അവകാശിയാകാൻ ദൈവം ഇന്ന് പകലിൽ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ടുള്ള വാക്യമെന്ന് പറയുന്നത് എബ്രായ ലേഖനത്തിൽ നിന്നാണ്. 4-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ഞങ്ങളുടെ പിതാവും ഞങ്ങളുടെ നാഥനുമായ ദൈവമേ, ദൈവവചനത്തിൻ്റെ ഉടമസ്ഥൻ അങ്ങാണ്. ഞങ്ങൾ കേൾവിക്കാരാണ്, ഞങ്ങളിത് അനുവർത്തിക്കാനുള്ളവരാണ്. പരമപിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് മഴയ്ക്ക് വേണ്ടി വേഴാമ്പൽ മുകളിലേക്ക് നോക്കി ആവലോടെ കാത്തിരിക്കുന്നത് പോലെ അങ്ങിൽ നിന്നും കേട്ട് ശുദ്ധീകരണവും ശക്തീകരണവും പ്രാപിപ്പാൻ ഈ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ അന്തരീക്ഷത്തെ മുഴുവനും അങ്ങ് നിയന്ത്രിക്കണം. മുൻനിരയിലിരിക്കുന്നവർ മുതൽ പിൻനിരയിലിരിക്കുന്നവരുടെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടണം. ഈ വചനപ്രഭാഷണത്തിൽ കർത്താവായ യേശു ഉയരണം. പലരുടെയും ഹൃദയത്തിനകത്ത് ആശ്വാസവും സമാധാനവും ക്രിസ്തു മുഖാന്തരം വിളങ്ങണം. ഞങ്ങൾ ഒരുമിച്ച് താഴ്ത്തി സമർപ്പിക്കുന്നു. ആത്മാവ് ഞങ്ങളെ ശുശ്രൂഷിക്കണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, നാം ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള ഒരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു.
ശേഷിക്കപ്പെട്ട ഈ വാഗ്ദത്തത്തിലേക്ക് നാം പ്രവേശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മളിൽ ആരും പ്രവേശിക്കാതെ പോയി എന്ന് വരരുത്, അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയപ്പെടണം എന്നാണ് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിൽ നിന്നും ദൈവം അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ അടുക്കലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരവകാശത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ആമേൻ. ഒരുപക്ഷെ നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്നും ഒരു അവകാശം ലഭ്യമായിട്ടില്ലായിരിക്കാം. പാരമ്പര്യമായിട്ട് ലഭിക്കേണ്ട അവകാശങ്ങൾ പലതും കിട്ടിയിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശം കൃത്യമായി ലഭ്യമായിട്ടില്ലായിരിക്കാം. നിങ്ങൾക്ക് സർക്കാരിൽ നിന്നും കിട്ടേണ്ട പല അവകാശങ്ങളും ലഭ്യമായിട്ടില്ലായിരിക്കാം. പക്ഷേ ദൈവം പറയുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അവകാശം കരുതിയിരിക്കുന്നു. അതിൽ നിങ്ങൾ പ്രവേശിക്കണം. അത് നിങ്ങൾ പ്രവേശിക്കാതെ ഇരിക്കരുത്. ആമേൻ. അപ്പോ ആകാശത്തിന് മുകളിൽ ഉന്നതനും ധന്യനായ ഏകാധിപതിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ ദൈവം ഭൂമിക്ക് താഴെ പുഴുവായും പ്രാണിയായും പൊടിക്ക് തുല്യനുമായും കഴിയുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗത്തിൽ മലിനവും ഇല്ലാത്തതും വാട്ടമില്ലാത്തതുമായിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അത് ദൈവത്തോട് കൂടെ വസിക്കാനുള്ള ഒരു അവകാശമാണ്. ആമേൻ. അപ്പൊ ക്രിസ്ത്യാനികൾ വാസ്തവത്തിൽ ഒരു യാത്രയിലാണ്. നമ്മൾ എങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നു? നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു? നാം ദൈവത്തോടു കൂടെ പാർക്കാൻ ഈ ഭൂതലത്തിൽ നിന്നും യാത്ര ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ വാഗ്ദത്തത്തെ അവകാശമാക്കാൻ ആവശ്യമായിരിക്കുന്ന 4 ഘടകങ്ങൾ എബ്രായ ലേഖന കർത്താവ് ദൈവത്തിന്റെ മക്കൾക്ക് മുന്നിലോട്ട് വയ്ക്കുകയാണ്. ആ 4 ഘടകങ്ങൾ ഒരു ആമുഖം എന്നോണം നമുക്ക് ലഭ്യമായിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങളോട് പറഞ്ഞു തരാനാണ് വാസ്തവത്തിൽ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അപ്പൊ നമുക്ക് കർത്താവിനോട് കൂടെ പാർക്കണം. യേശുവിനോട് കൂടെ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗസ്ഥലങ്ങളിൽ നമുക്ക് പാർക്കണം. ആ അവകാശത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുഃഖത്തെ നാം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആ അവകാശം പ്രാപിക്കാൻ കഴിയുകയില്ല. പ്രയാസങ്ങളെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ നമുക്ക് ആ അവകാശത്തിലേക്ക് പോകാൻ കഴിയുകയില്ല. ഇന്നിൻ്റെ ഭാരങ്ങളും ഇന്നിൻ്റെ പ്രയാസങ്ങളും ഇന്നത്തെ ദൈവത്തിന് മുമ്പാകെയുള്ള ഷോർട്ട് കമ്മിങ്സും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുകയില്ല. പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സ്പഷ്ടമായി ദൈവത്തിൻ്റെ മക്കളോട് ആലോചന പറയുന്നത്, ആ അവകാശത്തിന് അവകാശികളായി തീർന്നിരിക്കുന്ന, വാഗ്ദത്തത്തിന് അവകാശികളായി തീർന്നിരിക്കുന്ന, വാഗ്ദത്തത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും അത് ലഭിക്കാതെ പോയി എന്ന് വരരുത്. നമ്മൾ അതിനുവേണ്ടി കാംക്ഷയോടെ കാത്തിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, 144 വർഷങ്ങൾക്ക് ശേഷം ഉത്തർപ്രദേശിൽ ഒരു വലിയ ആഘോഷം നടക്കുകയാണ്. നിങ്ങളൊക്കെ വാർത്തയിലൂടെ കേട്ടിട്ടുണ്ടാകും. മഹാകുംഭമേള എന്നാണ് അതിനറിയപ്പെടുന്നത്. ഓരോ 12 വർഷവും ചെറിയ കുംഭമേള, ഇടകുംഭമേള എന്നിങ്ങനെ പലതരത്തിലുള്ള കുംഭമേളകൾ അവർ ആചരിച്ചു വരുന്നു. അപ്പോൾ തന്നെ 144 വർഷങ്ങൾക്ക് ശേഷം വരുന്നതായ ഈ കുംഭമേളയ്ക്ക് മഹാകുംഭമേള എന്നവർ പേരിട്ടിരിക്കുന്നു. ഒരു വാഗ്ദത്തത്തിൻ്റെ പുറത്താണ് ഈ കുംഭമേള നടത്തുന്നത്. ഈ വാഗ്ദത്തത്തിൽ അവർക്ക് പ്രസംഗങ്ങളുണ്ട്, അവർക്ക് പ്രവചനങ്ങളുണ്ട്, സ്നാനങ്ങളുണ്ട്, സൗഖ്യങ്ങളുണ്ട്, സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഈ കുംഭമേളയ്ക്കകത്ത് വാഗ്ദത്തമുണ്ട്. അവർക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത്, പണ്ട് അവരുടെ മിത്തോളജി പ്രകാരം പാലാഴി കടഞ്ഞെടുത്തപ്പോൾ അതിൽ നിന്നും പുറത്തു വന്ന അമൃത് ദേവന്മാർ അസുരന്മാരുടെ കയ്യിൽ വീഴാതിരിക്കാൻ എടുത്തുകൊണ്ട് ഓടിയപ്പോൾ കലത്തിനകത്തുണ്ടായിരുന്ന അമൃത് തുളുമ്പി ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ വീഴുകയുണ്ടായി. അങ്ങനെ വീണ ഭാഗങ്ങൾ നദികളാണ്. ആ നദിയിൽ ഒരുവൻ മുങ്ങി എഴുന്നേൽക്കുന്ന പക്ഷം അവന് നിത്യത ഉണ്ടാകും. ഉണ്ടോ? ഇതാണ് വാഗ്ദത്തം. അതുകൊണ്ട് ഉത്തർപ്രദേശിലെ സർക്കാർ ഏകദേശം 6000 കോടി രൂപ ചിലവാക്കിക്കൊണ്ട് സകലമാന ജനങ്ങളെയും അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്തിനാണ്? പ്രയാഗ്രാജിലും ഉജ്ജയിനിലും കാശിയിലും പോലുള്ള സ്ഥലങ്ങളിലുള്ള നദികളിൽ നിങ്ങൾ മുങ്ങിയാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? നിത്യതയുണ്ടാകും. കേട്ടോ? അപ്പോൾ വെള്ളത്തിൽ മുങ്ങിയാൽ നിത്യത ലഭിക്കുമെങ്കിൽ വെള്ളത്തിൽ മുങ്ങി നിത്യത പ്രാപിക്കാൻ ജനങ്ങൾ ഓടിപ്പോകുമോ? അതോ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ആ വരാനുള്ള വാഗ്ദത്തത്തിന് വേണ്ടി, വരാനുള്ള നിത്യതയ്ക്ക് വേണ്ടി, എന്നോ ലഭിക്കാനിരിക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുമോ? കണ്ടോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സഹിഷ്ണുത വളരെ കുറവാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേഗത്തിൽ ലഭിക്കണം എന്നുള്ള ഒരു ആർജവം അവൻ എപ്പോഴും ഉണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ വേദപുസ്തകം നിത്യത വാഗ്ദത്തമായി അവർക്ക് നൽകുന്നുണ്ട്. ആ വാഗ്ദത്തത്തിന് നമ്മൾ അവകാശികളായി തീരണം എന്ന് ദൈവം ഏറെ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ദൈവം അരുളി ചെയ്തിരിക്കുന്ന ഈ വാഗ്ദത്തങ്ങളിലേക്ക്, ഈ അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന 4 ഘടകങ്ങൾ? ഒന്നെന്ന് പറയുന്നത് 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിന് പ്രതി ഉത്സാഹത്തോടുള്ള അനുസരണം നമുക്ക് വേണമെന്നുള്ളതാണ്. ഒന്ന്, ദൈവം നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ നമുക്ക് വേണ്ടത് ഉത്സാഹത്തോടുള്ള അനുസരണം. അവലംബ വാക്യം എന്ന് പറയുന്നത് 4-ന്റെ 11. 2,
6:12 പ്രകാരം വിശ്വാസത്തോടുള്ള ദീർഘക്ഷമ നമുക്ക് ആവശ്യമാണ്. വിശ്വാസത്തോടു കൂടിയുള്ള ദീർഘക്ഷമ, അതിന് ആധാരവാക്യം 6:12. 10-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ പരസ്പര കരുതൽ ഈ വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ നമുക്ക് ആവശ്യമാണ് എന്ന് കൊടുത്തിരിക്കുന്നു. 3-ാമത്തെ ഘടകം പരസ്പര കരുതലാണ്. 4-ാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒടുവിലായി എബ്രായ ലേഖന കർത്താവ് ദൈവത്തിൻ്റെ മക്കളോട് മുന്നിലോട്ട് വയ്ക്കുന്നത്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവകാശം എന്ന വാഗ്ദത്തത്തിലേക്ക് പ്രവേശിപ്പാൻ നിങ്ങളിൽ ഉണ്ടാകേണ്ട ഘടകം സഹിഷ്ണുതയാണ്. അതിന് ആധാരവാക്യം 10:36. അപ്പോൾ ഇങ്ങനെ 4 ഘടകങ്ങൾ ലേഖന കർത്താവ് മുന്നിലോട്ട് വയ്ക്കുന്നു. ഒന്നെന്ന് പറയുന്നത് ഉത്സാഹത്തോടു കൂടെയുള്ള അനുസരണം. ദൈവത്തിൻ്റെ മക്കളിൽ ദൈവം അനുസരണം ആഗ്രഹിക്കുന്നു. മാത്രമല്ല, അവർ ഉത്സാഹത്തോടുകൂടെ തന്നെ അനുസരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. 2-ാമത്, അവർ വിശ്വാസത്തോടുകൂടെ ദീർഘക്ഷമ കാണിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മാത്രമല്ല, 3-ാമത്, അവർ പരസ്പരം കരുതുന്നവർ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 4, അവരിൽ സഹിഷ്ണുത വേണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ 4 ഘടകങ്ങൾ ഒത്തുചേർന്നെങ്കിൽ നമുക്ക് ദൈവം മുൻപിൽ വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയെടുക്കാനായിട്ട് കഴിയും. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കാൻ പോകുന്നു, എന്താണ് ഉത്സാഹത്തോടു കൂടെയുള്ള അനുസരണം? എബ്രായ ലേഖനത്തിൻ്റെ പരമപ്രധാനമായ ഘടകം അത് കർത്താവായ യേശു ക്രിസ്തുവിൽ ആരംഭിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ്. ലേഖനത്തിൻ്റെ പ്രാധാന്യങ്ങൾ എന്താണ്? നിങ്ങൾ പലരും വീട്ടിൽ പത്രം വരുത്തുന്നവരായിരിക്കും. പത്രത്തിൻ്റെ നടു പേജിൽ നിങ്ങൾക്ക് ലേഖനങ്ങൾ കാണാനായിട്ട് കഴിയും. ചില പങ്ക്തികൾ നിങ്ങൾ വായിക്കുന്നവരായിരിക്കും, അതിനകത്ത് ലേഖനങ്ങളെ കാണാനായിട്ട് കഴിയും. ചില പുസ്തകങ്ങൾ, ചെറു പുസ്തകങ്ങൾ, ചില ട്രാക്റ്റുകൾ, ഇവയ്ക്കകത്തൊക്കെ ലേഖനങ്ങൾ വായിക്കാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ പുസ്തകത്തിൽ കാണുന്നതും പത്രത്തിൽ കാണുന്നതും പങ്ക്തികളിൽ കാണുന്നതുമായ ലേഖനത്തിൽ നിന്നും വളരെ വിഭിന്നമാണ് വേദപുസ്തകത്തിൽ നാം കാണുന്ന ലേഖനങ്ങൾ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിലെ ലേഖനങ്ങൾ എപ്പോഴും കേന്ദ്രീകൃതമായിരിക്കുന്നത് യേശു എന്ന് പറയുന്ന ഏറ്റവും വലിയ വിഷയത്തിൽ മാത്രമാണ്. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ് ഓരോ ലേഖനങ്ങളും. യേശു ക്രിസ്തുവിനെ നിർത്തിക്കൊണ്ട് വിവിധമായ വീക്ഷണങ്ങളിലൂടെ ദൈവത്തിൻ്റെ സഭയ്ക്ക് ക്രിസ്തുവിലേക്ക് എങ്ങനെ വളരാം എന്നുള്ളതിന് ആലോചനയും അറിവും നൽകുന്നതാണ് വേദപുസ്തകത്തിൽ നാം കാണുന്ന ലേഖനങ്ങൾ എന്ന് പറയുന്നത്. ഒരു ലേഖനത്തിൽ ഒരുപക്ഷെ ഒരൊറ്റ പ്രതിപാദ്യ വിഷയമായിരിക്കും. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ വിശ്വാസമുള്ളവൻ പ്രവൃത്തിയിൽ അത് കാണിക്കണം എന്നുള്ളത് പോലെ ചില ലേഖനങ്ങളിൽ വിവിധ തരത്തിലുള്ള കോർത്തിണക്കപ്പെട്ട സന്ദേശങ്ങളും കോർത്തിണക്കപ്പെട്ട പല കാര്യങ്ങളും ചേർത്തുകൊണ്ടായിരിക്കും ആ ലേഖനങ്ങൾ ദൈവസഭയോട് അറിയിക്കുന്നത്. അതിനകത്ത് വിവിധ തരമായിട്ടുള്ള വിഷയങ്ങളുണ്ടാകും. എബ്രായ ലേഖനത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവപുത്രനിൽ നോക്കിപ്പാർത്ത് ജീവിക്കുന്ന ഒരു ദൈവവൈദ്യന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സമ്പത്ത് ദൈവത്തോടു കൂടെയുള്ള വാസമാണ് എന്നാണ് ഏറ്റവും വലിയ പ്രതിപാദ്യ വിഷയമായി ലേഖന കർത്താവ് ദൈവത്തിൻ്റെ മക്കൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ദൈവത്തിൻ്റെ മക്കൾ ക്രിസ്ത്യാനികളായി ജീവിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകും, ഞാൻ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ലഭിക്കുന്നത് എന്താണ്? ഈ ചോദ്യത്തിന് മനോഹരമായ ഉത്തരം ലേഖന കർത്താവ് മുൻപോട്ട് വയ്ക്കുന്നു. നിത്യമായ വാസം എന്നുള്ളതാണ്. ദൈവത്തോടു കൂടെയുള്ള ജീവിതം എന്താണ്? ദൈവത്തോടു കൂടെയുള്ള ജീവിതം അത് വിശ്രമ ജീവിതമാണ്. നമ്മൾ വായിച്ച കുറുവാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? സ്വസ്ഥത പ്രവേശനം. ആമേൻ, ആമേൻ. നമ്മുടെ അടുത്തിരിക്കുന്നവരൊക്കെ പറഞ്ഞ സ്വസ്ഥത പ്രവേശനം. ഭൂമിയിൽ സ്വസ്ഥതയുണ്ടോ? ചോദ്യമാണ്. ഒരു ദിവസം സ്വസ്ഥത അനുഭവിച്ചാൽ തൊട്ടടുത്ത ദിവസം അസ്വസ്ഥപ്പെടുത്തുന്ന ഏത് കാര്യം വരട്ടെ എന്ന് മാളത്തിൽ തല ഉയർത്തി നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ മക്കളോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഉയരത്തിൽ നിങ്ങളുടെ ദൈവം നമുക്ക് വേണ്ടി സ്വസ്ഥത കരുതിയിരിക്കുകയാണ്. ആമേൻ, ആശ്വാസം കരുതിയിരിക്കുകയാണ്. അപ്പൊ ഇന്നുള്ള കാലം അത്രയും ഞാനൊരു ക്രിസ്ത്യാനിയായി ജീവിച്ചത് കൊണ്ട് എനിക്ക് ദൈവം ഒരുക്കുന്നത് എന്താണ്? സ്വസ്ഥതയുള്ള ജീവിതമാണ്. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അപ്പോൾ ഈ സ്വസ്ഥതയുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് അനുസരണം ആവശ്യം, ഉത്സാഹത്തോടു കൂടെയുള്ള അനുസരണം ആവശ്യം. നമുക്ക് ഈ അനുസരണത്തിൽ വാസ്തവത്തിൽ കേടുകൾ ഉണ്ടാകും. പലപ്പോഴും രഹസ്യത്തിലും പരസ്യത്തിലും വേണ്ടതുപോലെ അനുസരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. ഓക്കെ, അത് നമ്മുടെ തടസ്സമാണ്. അപ്പോൾ ഈ തടസ്സം വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഐഹിക ജീവിതകാലം എന്ന് പറയുന്നത് ശരീരത്തിൽ പാർക്കുന്ന കാലം. യേശു ആകാശത്തിൻ്റെ കീഴെ ശരീരത്തിൽ പാർത്തിരുന്നപ്പോൾ ഈ വിധത്തിലുള്ള എല്ലാ വെല്ലുവിളികളും തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചിട്ടുണ്ട്. ആമേൻ. അപ്പോൾ അനുസരണത്തിന് തടസ്സം നമ്മുടെ ശാരീരിക ബലഹീനതകളാണ്. നമ്മൾ തടസ്സത്തെ കണ്ടെത്തി. നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു, ഭയങ്കരമായ ചുമ, കാര്യമെന്തെന്ന് അറിയുന്നില്ല.
ആ ഡോക്ടർ സ്റ്റെത്തെടുത്ത് വെച്ച് നോക്കി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ജലങ്ങളും ലവണങ്ങളും പരിശോധിച്ചതിന് ശേഷം അവർ ഒരു തീരുമാനത്തിലെത്തും, ഇന്നതാണ് നിങ്ങളുടെ കുഴപ്പം. ഈ കുഴപ്പം മാറിയാൽ നിങ്ങളുടെ ശരീരത്തിലെ രോഗത്തിന് ശമനമുണ്ടാകും, വിടുതലുണ്ടാകും, നിങ്ങളുടെ ആരോഗ്യം പഴയതുപോലെ കയറി വരും. ഇവിടെ നമുക്ക് മനസ്സിലായി, നമുക്ക് ദൈവത്തോട് ഉത്സാഹത്തോടുകൂടെ അനുസരിക്കാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തടസ്സം ശാരീരിക ബലഹീനതയാണ്. അപ്പോൾ ഈ ശാരീരിക ബലഹീനതയെ എങ്ങനെ മറികടക്കാം? ശരീരത്തിൽ വരുന്ന രോഗങ്ങളെ മറികടക്കാൻ നമുക്ക് ഗുളിക കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഭക്ഷണം ക്രമീകരിച്ചാൽ മതി. ഈയിടയ്ക്കൊരു സഹോദരൻ പറഞ്ഞ് ഇങ്ങനെയാണ്, നിങ്ങൾ മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരില്ല എന്ന്. അപ്പം ഭയങ്കരമായിട്ട് തന്നെ ചിന്തിപ്പിച്ചു കേട്ടോ. നിങ്ങൾ മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരില്ല. ശാരീരിക ബലഹീനതകൾ ഒരു മനുഷ്യനെ ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്നും പിന്നിലേക്ക് കൊണ്ടുപോകും, അവരുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയും. അപ്പോൾ ഈ ഉത്സാഹം നമുക്കുണ്ടാകണം, ഈ അനുസരണം നമുക്കുണ്ടാകണം. അതിന് എന്ത് ചെയ്യും? തടസ്സം നമുക്ക് മനസ്സിലായി, ഈ തടസ്സത്തെ നമുക്ക് മറികടക്കണം. എന്ത് ചെയ്യും? നമുക്ക് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കാം. 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു ആകാശത്തിന് കീഴെ നമ്മെ പോലെ ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ പാർത്തിരുന്നപ്പോൾ താൻ തൻ്റെ ശാരീരിക ബലഹീനതയെ എങ്ങനെ ജയിച്ചു? വായിച്ചു കേൾക്കാം. 5:7 കണ്ടോ? യേശു ക്രിസ്തു തൻ്റെ ശാരീരിക ജീവിത കാലത്ത് തന്നെ മരണത്തിൽ നിന്നും, മരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിൽ നിന്നും അകന്നു പോകാനുള്ള സാഹചര്യങ്ങളിൽ നിന്നും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൽ നിന്നും അകന്നു പോകാനുള്ള സാഹചര്യങ്ങളിൽ നിന്നും തന്നെ രക്ഷിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ആമേൻ. കണ്ടോ? അപ്പോൾ കർത്താവിന്റെ തിരുവചനം പറയുന്നു, തൻ്റെ ശരീരത്തിൽ ബലഹീനതകൾ താൻ നേരിട്ടു, പക്ഷെ താൻ അവയെല്ലാം ജയിച്ചു, അതാണ് ഉത്തരം ലഭിച്ചു എന്ന് പറയുന്നത്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശാരീരിക ബലഹീനതകൾ ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്നും നിങ്ങളുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയുന്നെങ്കിൽ ഇന്ന് പകലിലെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, ഇന്ന് പകലിലെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകാൻ തയ്യാറാണ്. നിങ്ങളുടെ ശാരീരിക ബലഹീനതകൾ മുഖാന്തരം ഉണ്ടാകുന്ന തടസ്സങ്ങളെ ജയിക്കാൻ ദൈവം നമ്മുടെ മുമ്പിൽ ഒരു വലിയ മാർഗം തുറന്നിരിക്കുന്നു. മറ്റൊന്നുമല്ല, കണ്ണുനീരോടും അഭയയാചനയോടും ഉറച്ച നിലവിളിയോടുകൂടെ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധാനത്തേക്ക് അടുത്തു വരുന്ന പക്ഷം കർത്താവ് നിങ്ങളെ ജയിപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ കണ്ടോ, അപേക്ഷയും അഭയയാചനയും. അപേക്ഷ എന്നതുകൊണ്ട് ഈ ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ആവശ്യത്തെ അറിയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രിയ സനീഷ് കുറച്ചു നേരത്തെ മുമ്പ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയപ്പോൾ ചോദിച്ചു, ജോലിക്ക് ആവശ്യമുള്ളവർ എത്ര പേരുണ്ട്? ചിലർ എഴുന്നേറ്റ് വന്നു അല്ലേ? അവരോട് പറഞ്ഞു, നിങ്ങൾ മുന്നിലേക്ക് വരിക. മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ സന്നദ്ധത കാണിക്കുകയാണ്. യെസ്, ഐ നീഡ്, എനിക്ക് ആവശ്യമാണ്. ശാരീരിക സൗഖ്യത്തിന് ആവശ്യമുള്ള എത്ര പേരുണ്ട്? അവർ എഴുന്നേറ്റ് നിന്നു. നിങ്ങൾ മുന്നിലേക്ക് വരിക. മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ സന്നദ്ധത കാണിക്കുകയാണ്. ദൈവത്തിന്റെ മുമ്പിലേക്കാണ് നമ്മൾ വരുന്നത്, സന്നദ്ധത കാണിക്കുന്നു. ദൈവം നോക്കുമ്പോൾ കണ്ടോ, ഇത്രയധികം ജനാവലിയുടെ നടുവിൽ ഒരുവൻ മാത്രം ആവശ്യഭാരത്തോടു കൂടെ അവിടെ നിൽക്കാതെ എൻ്റെ മുൻപാകെ വരുന്നു. അപ്പൊ മുൻപാകെ വരുന്നവനെ ആരെങ്കിലും ഉപേക്ഷിക്കോ? ജനക്കൂട്ടത്തിന് നടുവിൽ ഒരു നിലവിളി, ദാവീദ് പുത്ര, ദാവീദ് പുത്ര, വൻ പുരുഷാരം, ജനങ്ങളുടെ മർമറിംഗ് സൗണ്ട്, ബല 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 ബല. പക്ഷെ അതിന്റെ ഇടയിൽ, കാലൊച്ചകളുടെ നടുവിൽ, കൈക്കൊട്ടങ്ങളുടെ നടുവിൽ, പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ രക്ഷകനായവന്റെ കാതിൽ വീഴുന്ന ശബ്ദം, ദാവീദ് പുത്ര. ആരാവൻ? ആവശ്യക്കാരൻ. ആമേൻ. സിറ്റി ചർച്ചിനകത്ത് എത്ര പേര് ആവശ്യമുള്ളവരുണ്ട്? എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ ഈ ഭൂമിയിൽ നിന്നും കർത്താവിനെ വിളിക്കുന്നത് വരെ മാറുകയില്ല. അപ്പോൾ എനിക്ക് ആവശ്യങ്ങളുണ്ട്, അനുദിനം ആവശ്യമുണ്ട്, ദിവസം ദിവസം എനിക്ക് ആവശ്യമുണ്ട്, വർഷങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ ആര് പരിഹരിക്കും? കർത്താവിന്റെ വചനം പറയുന്നു, നമ്മുടെ ആവശ്യങ്ങളെ പരിഹരിക്കാൻ മതിയായ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എഴുന്നേറ്റ് മുന്നിലേക്ക് വരാൻ സന്നദ്ധത കാണിക്കുക. ഹല്ലേലൂയ. നമ്മുടെ പാസ്റ്റർ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് മക്കളെ, സൗഖ്യമാക്കുന്ന ക്രിസ്തുവിനെ ദൈവസഭയ്ക്കകത്ത് ഉയർത്തിയാൽ ക്രിസ്തുവിന്റെ സൗഖ്യം സഭയ്ക്കകത്ത് വ്യാപരിക്കും. ആവശ്യങ്ങളെ പരിഹരിക്കുന്ന ക്രിസ്തുവിനെ ദൈവസഭയ്ക്കകത്ത് ഉയർത്തിയാൽ ദൈവജനത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടും. ഏത് കാര്യത്തിന്റെ മേലാണോ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ദൈവസഭയുടെ മുന്നിൽ ഉയർത്തുന്നത്, ആ ഉയർത്തപ്പെടുന്ന നാമത്തിന്റെ ശക്തി വന്നിരിക്കുന്ന ദൈവമക്കളുടെ മേൽ പ്രവഹിക്കും. അങ്ങനെ അവർ വിടുതലെടുക്കും. അപ്പൊ ഇവിടെ കണ്ടോ,
അഭയയാചനയും അപേക്ഷയും. ഇവിടെ അപേക്ഷ എന്ന് പറയുന്നത് ആവശ്യം അറിയിക്കുക. ഞാൻ പറയട്ടെ പ്രിയ സഹോദരങ്ങളുടെ, നിങ്ങളുടെ ശാരീരിക ബലഹീനതയെ മറികടക്കാൻ, കാരണം നാം ദൈവത്തോട് അനുസരണമുള്ളവരായിരിക്കണമല്ലോ. രഹസ്യത്തിലും പരസ്യത്തിലും സാമൂഹ്യ ജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും നാം അനുസരണമുള്ളവരാണല്ലോ. കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഒരു ചിന്തയാണ്, ദൈവത്തിൻ്റെ മക്കൾ സഭാജീവി മാത്രമല്ല, സഭാജീവി മാത്രം, സാമൂഹ്യ ജീവിയും കൂടെയാണ്. അപ്പം സഭയിൽ മാത്രം അവൻ ജീവിച്ചാൽ പോരാ, സഭയിൽ മാത്രം ജീവിച്ചാൽ പോരാ, ആ ജീവിതം സമൂഹത്തിലും ജീവിച്ച് കാണിക്കണം. കണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആലോചന പറയുന്നത്, ശാരീരിക ബലഹീനതകൾ നിമിത്തം ദൈവത്തോടുള്ള അനുസരണത്തിൽ നിങ്ങൾക്ക് ക്രമാനുഗതമായി തടസ്സം വരുന്നെങ്കിൽ നിങ്ങളുടെ ആവശ്യം ദൈവത്തോട് അറിയിപ്പിൻ. ഹല്ലേലൂയ. നാം സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ യേശുവിൻ്റെ പക്കൽ ആരൊക്കെ ആവശ്യഭാരമായി വന്നിട്ടുണ്ടോ അവരാരും അവരുടെ ആവശ്യം പരിഹരിക്കാതെ പോയിട്ടില്ല. ഇത് നമുക്ക് വലിയ ധൈര്യമാണ്. നമ്മൾ വന്നിരിക്കുന്നത് കർത്തൃ സന്നിധിയിലാണ്. ഇവിടെ ദൈവത്തിൻ്റെ സന്നിധാനമാണ്. ഇത് ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. അതിൻ്റെ നടുവിൽ ഞാൻ അർപ്പിക്കുന്ന ആവശ്യങ്ങൾ എൻ്റെ ദൈവം കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയ ധൈര്യമാണ്. അവിടെ പറയുന്നു യേശുവിന് ഉത്തരം കിട്ടി, അപ്പോൾ പിന്നെ എനിക്ക് ഉത്തരം കിട്ടുകയില്ലേ? ആമേൻ. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയിക്കുന്നവരായി തീരണം. ഒരു വലിയ സഭയുടെ പാസ്റ്റർ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മൾ പറയുമ്പോൾ ക്ലിയർ ആൻഡ് കട്ടായിട്ട് പറയണം. എന്നെ അനുഗ്രഹിക്കണം എന്ന് മാത്രം പറയാതെ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ കൊണ്ട് കിടക്കുന്ന നിങ്ങൾ ഏത് മേഖലയിൽ അനുഗ്രഹിക്കണമെന്ന് കൂടെ പറയണം. ഏത് മേഖലയിൽ കൂടെ അനുഗ്രഹിക്കണമെന്ന്? കൃഷി ഇറക്കുന്നവൻ കൃഷി ഇറക്കി, മണ്ണ് കളച്ചു, വിത്തിട്ടു, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ദൈവം ഒരു ചോദ്യം ചോദിക്കണം, നിന്നെ ഞാൻ ഏതിൽ അനുഗ്രഹിക്കണം? അപ്പൊ അവൻ എടുത്തു പറയും, ദൈവമേ എനിക്ക് മുൻമഴയും പിന്മഴയും വേണം, എൻ്റെ വിളകളെ അങ്ങ് സംരക്ഷിക്കണം, എനിക്ക് ആ വിളവിൽ നിന്നും നല്ല ലാഭമുണ്ടാകണം. നിങ്ങൾ പഴയ നിയമത്തിലെ പ്രാർത്ഥനകൾ പരിശോധിച്ച് നോക്കൂ, യെബേസിന്റെ പ്രാർത്ഥന പരിശോധിച്ച് നോക്കൂ, ശമൂവേലിന്റെ പ്രാർത്ഥന പരിശോധിച്ച് നോക്കൂ, ദാവീദിന്റെ പ്രാർത്ഥന പരിശോധിച്ച് നോക്കൂ. അതൊക്കെ വെറും ഒരു മോഡലല്ലേ? അതൊരു മാതൃകയല്ലേ? അവരെങ്ങനെ പ്രാർത്ഥിച്ചു? ദൈവമേ എൻ്റെ പ്രാണന് വേണ്ടി തക്കം പാർത്ത് നിൽക്കുന്ന വേട്ടക്കാരന്മാർ എനിക്ക് ചുറ്റുമുണ്ട്, എനിക്ക് അവരിൽ നിന്നും സംരക്ഷണം വേണം. ദൈവമേ എൻ്റെ കാലുകൾ ഇടറിയിരിക്കുന്നു, അത് കുഴിക്കകത്ത് പോയിരിക്കുന്നു, എനിക്ക് ഉദ്ധാരണം വേണം. ദൈവമേ ഞങ്ങളുടെ നഗരം ചുട്ട് കരിഞ്ഞ് ചാമ്പലായിരിക്കുന്നു, ഞങ്ങൾക്കൊരു പുനഃക്രമീകരണം വേണം, ഞങ്ങൾക്കൊരു പുനരുത്ഥാനം വേണം, ഞങ്ങൾക്കൊരു യഥാസ്ഥാനം വേണം. ഞങ്ങളുടെ ശരീരത്തിന് ബലവും ഞങ്ങളുടെ ജീവിതത്തിന് ആരോഗ്യവും ഞങ്ങൾക്ക് സമാധാനവും ആത്മീയമായ കൊഴുപ്പും പുഷ്ടിയും ഞങ്ങൾക്ക് വേണം. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കുന്നു ഹൃദയങ്ങളിൽ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ ഒരിക്കലും പേടിച്ച് പിന്മാറരുത്. നമ്മുടെ ആവശ്യം പറഞ്ഞാൽ കൈതട്ടി മാറ്റുന്നവരല്ല നമ്മുടെ ദൈവം. ആവശ്യങ്ങളെ കേൾക്കാൻ മതിയായി നിൽക്കുന്ന അരുമനാഥനും നമ്മുടെ രക്ഷകനുമായ കർത്താവാണ് പറയുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൽ പരിഹരിക്കപ്പെടും. ആവശ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ദൈവത്തോട് പറയണം. അതാണ് അപേക്ഷ എന്നതുകൊണ്ട് പറയുന്നത് ആവശ്യം അറിയിക്കുക. മറ്റൊന്ന് അഭയയാചനയാണ്. അഭയയാചന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു അധികാരിയുടെ മുൻപിൽ സഹായത്തിന് അപേക്ഷിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ വിനയത്തോടുകൂടെ ചെന്ന് നിൽക്കുന്നതിനെയാണ് അഭയയാചന എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള അർത്ഥം വളരെ രസകരമാണ്. അവിടെ കൊടുത്തിരിക്കുന്നത്, അന്ന് യൗവനായ സമൂഹത്തിൽ ഒരുവനൊരു അപേക്ഷ ഉന്നത അധികാരിക്ക് കൊടുക്കണമെങ്കിൽ ഒരു ഒലിവ് തണ്ട് വെട്ടിയെടുത്ത് അതിൽ നല്ല ശുഭ്രമായിട്ടുള്ള ഒരു കുഞ്ഞാടിൻ്റെ രോമം ചുറ്റി തനിക്ക് ആരിൽ നിന്നാണോ സഹായം കിട്ടേണ്ടത് ആ വലിയ ഉന്നതാധികാരിയുടെ മുൻപിൽ മൗനമായി ഇത് കയ്യിലേന്തിക്കൊണ്ട് നിൽക്കും. അപ്പോൾ വെള്ള തൊക്ക് കൊണ്ട് മറച്ചതായ ഒലിവ് തണ്ട് കാണുമ്പോൾ അധികാരിക്ക് മനസ്സിലാകും ഇവൻ ആവശ്യക്കാരനാണ്. ആമേൻ. എന്തായാലും സിറ്റി ചർച്ചിൽ നമുക്ക് ഒലിവ് തണ്ട് വെട്ടാൻ പോകാൻ വേണ്ടി പോകാനുള്ള സമയമില്ല. ഇവിടെ ഒലിവ് മരങ്ങളില്ല. പിന്നെ അറുത്തെടുക്കാന്ന് വെച്ചാൽ നല്ല വെള്ള കമ്പിളി വസ്ത്രങ്ങളുള്ള ആടുകളുമില്ല. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ദൈവം എന്താ പറയണമെന്ന് അറിയാമോ? നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ ചെന്ന് നിൽക്കുമ്പോൾ, നാം ഒരു ആവശ്യം കർത്താവിൻ്റെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കർത്താവ് കാണാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഉറച്ച നിലവിളി, രണ്ട് കണ്ണുനീര്. ഉറച്ച നിലവിളിയും കണ്ണുനീരുമാണ് വാസ്തവത്തിൽ പരമപിതാവായ ദൈവത്തിന്റെ മുമ്പാകെ അപേക്ഷാ സമർപ്പണത്തിന് വേണ്ടി കയ്യിലേന്തി നമുക്ക് കൊണ്ടു നിൽക്കാൻ കഴിയുന്നത്. പണ്ട് കത്തോലിക്ക ചർച്ചിലായിരുന്ന സമയത്ത് ഞങ്ങൾ 1 കിലോ ഏത്തപ്പഴം വാങ്ങിച്ചുകൊണ്ട് പോകും ദൈവത്തിന്റെ മുമ്പാകെ, ദൈവത്തിൽ നിന്നും പ്രസാദം ലഭിക്കാൻ. 2 നോട്ട് ബുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകും, 5 മുട്ട വാങ്ങിച്ചുകൊണ്ട് പോകും. പൈസ ഉള്ളവർ ആപ്പിൾ കൊണ്ടുവരും, നമ്മളിങ്ങനെ നോക്കി നിൽക്കും. ചിലർ കപ്പ കൊണ്ടുവരും. എന്തിനാണെന്നറിയാമോ? സമർപ്പണമാണ്. അപ്പോൾ അവിടെ പാട്ട് പാടും കൊയർ, സമർപ്പണത്തിന് സമയമായി സമർപ്പിക്കുവിൻ സകലതും.
കൊണ്ടുവരുന്നത് 1 കിലോ ഏത്തമ്പഴം. നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഏത്തമ്പഴവും കപ്പയും മരിച്ചീനിയൊന്നുമല്ല. ഇവിടെ കർത്താവ് പറയുന്നത് നിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ എൻ്റെ മുൻപിൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകേണ്ടത് ഉറച്ച നിലവിളിയും കണ്ണുനീരും മാത്രമാണ്. ആരാ കണ്ണുനീരോട് കൂടെ ഉറച്ചു നിലവിളിക്കുന്നത് അറിയാമോ? കർത്താവേ, ഭൂമിയിൽ എന്നെ സഹായിപ്പാൻ ആരുമില്ല അങ്ങല്ലാതെ എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമേ ഉറച്ച നിലവിളി ദൈവസന്നിധിയിൽ മുഴക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഐ ലിഫ്റ്റ് അപ്പ് മൈ ഹാൻഡ് ടുവേർഡ്സ് ദ ഹോളി സാങ്ച്വറി. കർത്താവേ, സ്വർഗത്തിന്റെ പരമോന്നതമായിട്ടുള്ള ദൈവത്തിന്റെ മന്ദിരത്തിലേക്ക് എൻ്റെ കരങ്ങളെ ഞാൻ ഉയർത്തുന്നു. ഞാൻ ചോദിച്ചു, ദൈവമേ, എന്തിനാ ഭക്തൻ കൈകളെ ഉയർത്തുന്നേ? ഒരു ദിവസം മുഴുവനുള്ള എൻ്റെ ആലോചനയാണ്. കാര്യം ഒരു ദിവസം സങ്കീർത്തനം ധ്യാനം വീട്ടിൽ ചെയ്തപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഐ ലിഫ്റ്റ് അപ്പ് മൈ ഹാൻഡ്സ് ടുവേർഡ്സ് യുവർ ഹോളി സാങ്ച്വറി. ഞാൻ ചോദിച്ചു, പുള്ളി എന്തിനാ കൈകൾ ഉയർത്തുന്നേ? ഒരു ദിവസം മുഴുവൻ ആലോചന, പുള്ളി എന്തിനാ കൈ ഉയർത്തിയത്? കൈ താഴ്ത്തിട്ട് ആരാധിച്ച പോരെ? കൈ താഴ്ത്തി ഇട്ടിട്ട് ആവശ്യം അറിയിച്ച പോരെ? വൈ ഹി ലിഫ്റ്റഡ് അപ്പ്? എന്തുകൊണ്ട് അദ്ദേഹം കൈ ഉയർത്തി? എനിക്ക് മനസ്സിലായി. എന്തെന്നറിയാമോ? താഴ്ത്തി ഇട്ടാലേ വീഴുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കയറി പിടിക്കും. ഇവിടെ എനിക്കൊരു ആശ്രയമില്ല എന്ന് ദൈവത്തോട് കാണിക്കാനാണ്, ദൈവം മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ എന്ന് കാണിപ്പാനാണ് നമ്മൾ ഇരുകൈയും ഉയർത്തി ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. കർത്താവേ, എനിക്ക് ഭൂമിയിൽ ഒരു ആശ്രയമില്ല അങ്ങല്ലാതെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് ഹൃദയത്തിൽ നിന്നും കൈകളെ ഉയർത്തി നമ്മൾ സ്വർഗീയ മന്ദിരത്തിലേക്ക് ഉയർത്തുകയാണ്. ദൈവമേ, ഈ ഭൂമിയിലും എന്നെ രക്ഷിപ്പാൻ അങ്ങല്ലാതെ, പിടിക്കാൻ ഒരു ആശ്രയം അങ്ങല്ലാതെ മറ്റാരുമില്ല. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തോട് അടുത്തു വരുന്നവർ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. അതാണ് നമ്മുടെ വാഗ്ദത്തം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനൊരു ഉദാഹരണം ദൈവത്തിന്റെ ദാസൻ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അതിങ്ങനെയാണ്, ഇസ്രായേൽ ജനമെന്ന് എടുത്തു പറയാതെ, യഹൂദ ജനമെന്ന് എടുത്തു പറയാതെ, ഒരു രാജ്യമാകുന്നതിന് മുൻപ് മിസ്രൈമിൽ നിന്നും അടിമത്വത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ നടന്നു വരുന്ന ജനം എന്ന് മാത്രം ദൈവം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ആ ജനത്തെ നിങ്ങൾ നോക്ക്, അവർ അവരുടെ മേൽ വെച്ചിരുന്ന വാഗ്ദത്വം അവകാശമാക്കിയോ? ചോദ്യം, ഉത്തരം ഇല്ല എന്ന് പറയണം. അപ്പൊ കർത്താവ് പറയാണ്, മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും ഞാൻ രക്ഷിച്ചു പുറത്തെടുത്തവർ, ചെങ്കടലും യോർദാനും മരുഭൂ യാത്രയും ഒക്കെ കടന്ന് വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടവർ, വാഗ്ദത്തം ലഭ്യമായവർ, കണ്ടോ? ദൈവത്തിന്റെ സ്വസ്ഥതാ പ്രവേശനത്തിലേക്ക് മുൻ നിയമിക്കപ്പെട്ടവർ, അവർ അവിടേക്ക് ചെന്നോ? ചോദ്യം, ഉത്തരം ഇല്ല എന്നുള്ളത്. എന്തുകൊണ്ടില്ല? കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, അവർ അനുസരണക്കേട് കാണിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ അനുസരണക്കേട് ദൈവത്തോട് കാണിച്ചാൽ ആ വാഗ്ദത്ത പ്രവേശനം നമുക്ക് ലഭ്യമാകയില്ല. എന്തുകൊണ്ട്? അനുസരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ പറഞ്ഞു, അതിന്റെ തടസ്സം ശാരീരിക ബലഹീനതയാണ്. ശാരീരിക ബലഹീനതയെ എങ്ങനെ മറികടക്കാം? നമ്മൾ ചിന്തിച്ചു, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ താൻ തൻ്റെ അപേക്ഷയും തൻ്റെ ആവശ്യവും ദൈവത്തോട് കണ്ണുനീരോടും ഉറച്ച നിലവിളിയോടും കൂടെ കൊടുത്തു. അങ്ങനെ ഉത്തരം ലഭിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ശാരീരിക ബലഹീനതകളെ മറികടക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും ആലോചന പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നാം അർപ്പിക്കുന്ന അഭയയാചനയും ദൈവത്തോട് നാം അർപ്പിക്കുന്ന കണ്ണുനീരും ദൈവത്തോട് നാം അർപ്പിക്കുന്ന ആവശ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറരുത്. ഹല്ലേലൂയ. ലളിതമായി പറഞ്ഞ, പ്രാർത്ഥനയിൽ നമ്മൾ മടുപ്പ് കാണിക്കരുത്. എപ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി തീരണം. പുത്രനോട് അനുസരണം ഉണ്ടാകണം, പുത്രൻ്റെ വചനത്തോട് അനുസരണം. അതാണ് തിയോളജിക്കൽ. സിസ്റ്റമാറ്റിക്കായിട്ട് പറഞ്ഞാൽ കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന് അനുസരണമുള്ളവനായിരിക്കണം എന്നുള്ളതാണ്, ഇരുട്ടിലും വെളിച്ചത്തിലും. ആമേൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 6:12 പ്രകാരം വിശ്വാസത്താലുള്ള ദീർഘക്ഷമയാണ്. വിശ്വാസത്താലുള്ള ദീർഘക്ഷമ അവകാശമാക്കാൻ, വാഗ്ദത്തം അവകാശമാക്കാൻ, എനിക്ക് ഒരുക്കിയിരിക്കുന്ന സ്വസ്ഥത എന്ന വാഗ്ദത്തം എനിക്ക് അവകാശമാക്കാൻ എനിക്ക് വേണ്ട രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള ദീർഘക്ഷമ. എന്തുകൊണ്ടാണ് വിശ്വാസത്താലുള്ള ദീർഘക്ഷമ എന്ന് ദൈവം പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ പ്രതീക്ഷയ്ക്കൊരു പൂർണ്ണത വരണം, നമ്മുടെ പ്രത്യാശയ്ക്കൊരു പൂർണ്ണത വരണം. ആമേൻ. നമ്മൾ എന്താ പ്രത്യാശിക്കുന്നത്? നമ്മൾ കാണുന്നതല്ലല്ലോ പ്രത്യാശിക്കുന്നത്. കാണുന്നതിനെ ഒരുവൻ പ്രത്യാശിക്കുന്നുവെങ്കിൽ ആ പ്രത്യാശയ്ക്ക് വലിയ വിലയൊന്നുമില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നു. എന്നാൽ കാണാത്തതിനായി നാം പ്രത്യാശിക്കുന്നുവെങ്കിലോ
ഞാൻ ഇതിനകത്ത് ചോദിക്കുന്നു, ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ എത്ര പേർ കാണുന്നതിനെയല്ല കാണാത്തതിന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്? ദൈവത്തിന് തിരുവചനം പറയുന്നത്, നിങ്ങൾ യേശുവിനെ കണ്ടിട്ടില്ല, നിങ്ങളുടെ ഐഹിക കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല, നഗ്ന നേത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങൾ കാണാതിരുന്നിട്ടും യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു, യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നു, യേശുവിനെ നിങ്ങൾ ആരാധിക്കുന്നു, യേശുവിനെ നിങ്ങൾ പിൻപറ്റുന്നു. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തം, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വസ്ഥത, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിശ്രമം, അതിലേക്കുള്ള പ്രത്യാശ, അതിലേക്കുള്ള പ്രതീക്ഷ, അതിനൊരു പൂർത്തീകരണമുണ്ട്. അപ്പോൾ നമ്മൾ വഴിയിൽ അലഞ്ഞു പോകാൻ ദൈവം ഇടവരികയില്ല. നമ്മൾ പകുതി വഴിയിൽ വെച്ച് നമ്മെ ഉപേക്ഷിച്ച് കളയുകയില്ല ദൈവം. കർത്താവ് പറഞ്ഞു, ലോകത്തിൻ്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചാലും, പ്രസവിച്ചു വളർത്തിയ അമ്മ തൻ്റെ കുഞ്ഞിനെ കരിങ്കല്ലിൽ അടിച്ചു കൊല്ലുന്ന സമൂഹത്തിൽ പോലും ദൈവം വിളിച്ചു പറയുന്നത്, നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചാലും, അപ്പൻ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്റെ കൂടെ ഇരിക്കും എന്നുള്ള ദൈവത്തിൻ്റെ ഉറപ്പുള്ള വചനം. ഇതൊരു ശക്തിയേറിയ പ്രബോധന വാക്യമാണ്. ഹല്ലേലൂയ. എത്ര നാൾ നമ്മൾ പ്രത്യാശിക്കണം? എത്ര നാൾ നമ്മൾ പ്രതീക്ഷിക്കണം? എത്ര നാൾ? എബ്രായ ക്രിസ്തീയ വിശ്വാസികൾക്കുള്ള ഭയങ്കരമായ ഒരു അടിയാണ്. അവർ വിശ്വസിച്ചു, ദിവസങ്ങൾ പോയി, പക്ഷേ അരുമനാഥനെ കാണാനില്ല. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ നിന്നും 500-ൽ പരം ആൾക്കാരെ നോക്കിക്കൊണ്ട് നിൽക്കവേ ആകാശത്തിലെ മേഘപാളികൾ മൂടിക്കൊണ്ട് താൻ സ്വർഗാരോഹണം ചെയ്യുന്നത് ഭൂമിയിലുള്ളവർ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ 1 അല്ല 2 ദൂതന്മാർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് ആകാശത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തിരിക്കുന്ന കർത്താവായ യേശു ഇനി ദൂതന്മാരോടൊപ്പം തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന പോലെ അവൻ നിങ്ങളെ ചേർപ്പാൻ മടങ്ങി വരും. അപ്പോൾ അന്ന് മുതലുള്ള അവരുടെ പ്രസംഗമാണ്, യേശു മടങ്ങി വരും, യേശു സ്വസ്ഥതയിലേക്ക് നമ്മളെ ചേർക്കും, യേശു നമുക്ക് വിശ്രമം തരാൻ മടങ്ങി വരും, യേശു മടങ്ങി വരും. അവരുടെ ഏറ്റവും വലിയ പ്രസംഗമാണ്, പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ തന്തുവാണ്, യേശു മടങ്ങി വരും. അപ്പൊ ചോദ്യം, എപ്പോ മടങ്ങി വരും? അവൻ ഇന്നും മടങ്ങി വരും, അവൻ ഇന്ന് മടങ്ങി വരും. എബ്രായ ലേഖനത്തിൽ പറഞ്ഞെന്നറിയാമോ, ഇന്ന് എന്ന് പറയുന്നിടത്തോളം നിങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും പുതുക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്ന് വരും, ഇന്ന് വന്നില്ല, ഹൃദയം കഠിനപ്പെടരുത്. എബ്രായ ലേഖനം 4, 5, 6, 7 അധ്യായങ്ങളിലൊക്കെയും കഠിനം എന്നുള്ള വാക്ക് അതിനകത്ത് ഉച്ചരിച്ചിട്ടുണ്ട്. അത് എന്തിനോടാ പറയണമെന്നറിയാമോ? യേശുവിൻ്റെ തിരിച്ചുവരവിനോട് സംബന്ധിച്ച് നിങ്ങളിൽ ഒരു അവിശ്വാസം ജനിക്കാൻ നിങ്ങളിട കൊടുക്കരുത്. എൻ്റെ നാഥൻ വരും, തീർച്ചയായും വരും. അവൻ എൻ്റെ ആവശ്യങ്ങളെ ഇന്ന് പരിഹരിക്കുന്നുവെങ്കിൽ ഞാൻ അറിയുന്നു അവൻ ജീവനുള്ള ദൈവം. ജീവനുള്ളവരുടെ ദേശത്തേക്ക്, മരിച്ചവരുടെ ഇടയിൽ നിന്നും എന്നെ ചേർപ്പാൻ ജീവനുള്ള നാഥൻ പോയതുപോലെ മടങ്ങി വരും. ആ സുദിനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. അതിനർത്ഥം നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും ഭംഗം വരുത്തുന്ന ചില സംഗതികൾ ഇതിനകത്തുണ്ട്. നിങ്ങളറിയാമോ, കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു പുതിയ ഫാമിലി വന്നു, ഇന്ന് ആ പുതിയ ഫാമിലി ഇല്ല. ഞാൻ അറിയുന്നത്, പ്രത്യക്ഷമായും പരോക്ഷമായും ഞാൻ അറിയുന്നത്, നമ്മുടെ സഭയെക്കുറിച്ചും നമ്മുടെ ദൈവത്തിൻ്റെ ദാസിദാസന്മാരെ കുറിച്ചൊക്കെ ഇല്ലാത്തത് പറയുന്നവർ ഒരുപാട് സമൂഹത്തിനകത്തുണ്ട്. ഈ വിഷം കുത്തി നിറയ്ക്കുന്നവർ എന്നാണ്. ഞാനിങ്ങനെ ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചൊരു ചിന്തയാണ്, ദൈവമേ, ഏദൻ തോട്ടത്തിൽ പിശാച്, സാത്താൻ വന്ന് ഹവ്വായെ വഞ്ചിക്കുന്നുണ്ട്. പിന്നീടുള്ള എഴുത്തുകളിലെല്ലാം പാപം എന്ന വിഷത്തെക്കുറിച്ചും പറയുന്നു. പ്രത്യേകിച്ചും കൊരിന്ത്യർ ലേഖനം 15 എന്തുകൊണ്ടാണ് പാപത്തെ വിഷം എന്ന് അവിടെ സൂചിപ്പിക്കുന്നത്? ഉടനെ എനിക്ക് കിട്ടിയ ഒരു ബോധ്യം, നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ നിന്ന് കിട്ടിയ ബോധ്യമാണ്. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, പാപം സാത്താൻ നിമിത്തം വന്നു, അപ്പോൾ തന്നെ സാത്താനെ പഴയ പാമ്പെന്ന് പറയുന്നു. അപ്പൊ അവന്റെ വായിൽ നിന്നും വന്നതായ സന്ദേശം അവരെ സംബന്ധിച്ച് വിഷമായിരുന്നു. മനസ്സിലായോ? സർപ്പദംശനമേറ്റവർ പാപികളായി എന്നുള്ളൊരു അലങ്കാര ഭാഷ വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പാമ്പിന്റെ വായിൽ നിന്നും ഒരിക്കലും മധുരം വരുന്നില്ല, സർപ്പത്തിന്റെ വായിൽ നിന്നും തേൻ കിനിയുന്നില്ല, സർപ്പത്തിന്റെ വായിൽ നിന്നും വിഷമാണ് വരുന്നത്. അന്ന് ഹവ്വായെ കൊത്തി തൻ്റെ വായിലുള്ള വിഷ സന്ദേശത്തെ അകത്ത് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്ത് ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും അവരെ വീഴിച്ചു കളഞ്ഞതുപോലെ ഇന്നും ആ പഴയ പാമ്പായ സാത്താൻ ദൈവത്തിൻ്റെ മക്കളുടെ ഉള്ളിൽ സന്ദേശങ്ങളിൽ വിഷത്തെ കയറ്റിക്കൊണ്ട് അവരെ കൃപയിൽ നിന്നും വീഴിച്ചു കളയുവാൻ ചുറ്റും നടക്കുന്നുണ്ട്. അവനെ നമ്മുടെ പാദങ്ങൾക്കടിയിലാക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. കർത്താവായ യേശു ഇറങ്ങി വന്നൊരു വിഷഹാരിയായിട്ട് അവൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച് പല്ല് പറിച്ചെടുത്ത് അവൻ്റെ വിഷസഞ്ചിയെ തൂക്കി വെളിയെറിഞ്ഞു. ഇനി അവന് വേണ്ടി ഒരു ജഡ്ജ്മെന്റ് ഡേ വച്ചിരിക്കുകയാണ്. അവനെ തീയിലിട്ട് എന്നേക്കും ചുട്ടുകളയുന്ന ഒരു നാളിന് വേണ്ടി.
പക്ഷേ അവൻ്റെ വിഷമയമാർന്ന സന്ദേശങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിനകത്ത് കണ്ടെന്ന് വരാം, നമ്മൾ ഇടപെടുന്നവരുമായി ചേർന്ന് വരുന്നത് വരാം. നമ്മൾ പറയാറില്ലേ, നിങ്ങൾ നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും അകന്ന് നിൽക്കുന്നവരുമായി അഭേദ്യ ബന്ധം പുലർത്തരുത്. കാണുമ്പോൾ ചിരിക്കൂ, കൈ കാണിക്കൂ, ഹായ് പറയൂ, പക്ഷേ ഒരു അഭേദ്യ ബന്ധത്തിലോട്ട് പോകരുത്. എന്തുകൊണ്ട്? ഈ കൂട്ടായ്മയ്ക്കകത്ത് നിന്നിട്ടും സത്യസന്ധമായി ദൈവത്തെ ആരാധിക്കുന്ന ഏത് കൂട്ടായ്മയിൽ നിന്നും പിന്നിലേക്ക് പോകുന്നവർ ഒരിക്കലും അതിനെക്കുറിച്ച് നല്ലത് പറയുകയില്ല. കേൾക്കുന്നവൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൽ ബലഹീനനാണെങ്കിൽ നാളെ ഒരു നിമിഷം അവൻ മുഖാന്തരം, അവൾ മുഖാന്തരം വിതയ്ക്കപ്പെട്ട വിത്ത് നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയല്ല, അത് കളയായി വളർന്നു വരും. അങ്ങനെ വരാതിരിക്കാനാണ് പറയുന്നത്, നിങ്ങളുടെ കാത് പൊത്തേണ്ടത് പൊത്തണം, വായ് പൊത്തേണ്ടത് പൊത്തണം, നിങ്ങളുടെ ഹൃദയം അടയ്ക്കേണ്ടടുത്ത് അടയ്ക്കണം. പക്ഷേ നിങ്ങളുടെ കാതും കണ്ണും ഹൃദയവും എല്ലാം ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടി നിങ്ങൾ തുറന്നു കൊടുക്കണം. അപ്പോൾ സന്ദേശത്തിലൂടെ വിഷം കയറ്റാം. നമ്മുടെ ഏരിയയിലുള്ള പല സഹോദരന്മാരുടെ ഇടയിൽ എനിക്കും സന്ദേശത്തിലൂടെ വിഷം കയറ്റിയിട്ടുണ്ട്. ഞാനത് സിറ്റി ചർച്ചിനകത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. എൻ്റെ പ്രാരംഭ സിറ്റി ചർച്ചിലെ കാലഘട്ടത്തിൽ ചർച്ചിനെ കുറിച്ചും ശുശ്രൂഷകന്മാരെ കുറിച്ചും നമ്മുടെ പാസ്റ്ററിനെ കുറിച്ചൊക്കെ ഒത്തിരി വിഷമയമാർന്ന സന്ദേശങ്ങൾ എനിക്കും തന്നതാണ്. പക്ഷേ ഞാൻ ക്ലിയർ ആൻഡ് കട്ടായിട്ട് ചോദ്യം ചോദിച്ചു എന്നുള്ളതാണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തക്കതായ ആൻസർ തരാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മുടെ ശുശ്രൂഷകന്മാരുടെ ഇടയിൽ ഒരുവനെ കുറിച്ച് ഒരു വ്യക്തി എൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞതാണ്, അദ്ദേഹത്തിന് വേണ്ടി മുമ്പേ നിന്ന് ചർച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരു നന്ദിയും ഇല്ലാതെയാണ് കളഞ്ഞിട്ടെന്ന് സിറ്റി ചർച്ചിൽ വന്നിരിക്കുന്നത് ചോദിച്ചു. ഞാൻ അവരോട് കേട്ട വാതി കേൾക്കാത്ത വാതി ഇറങ്ങി ഓടാതെ അവരോട് നിന്നിട്ട് ഞാനൊരു 10 ചോദ്യം തിരിച്ചു ചോദിച്ചു. കാര്യം എനിക്ക് ഇതിനകത്തൊരു തെളിവ് വേണമല്ലോ. നിങ്ങൾ അറിഞ്ഞതാണോ? നിങ്ങൾ നേരിൽ കണ്ടതാണോ? നിങ്ങൾക്ക് ബന്ധമുണ്ടോ? നിങ്ങൾ അറിഞ്ഞോ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തത്? നിങ്ങളെ കൂടെ ചേർത്ത് നിർത്തിയിട്ടാണോ കമ്മിറ്റി കൂടിയത്? നിങ്ങളെ മുമ്പിൽ നിർത്തിയിട്ടാണോ കാശ് കൊടുത്തത്? ഇങ്ങനെയുള്ളൊരു 10 ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പം വിറച്ചുപോയി. ഞാൻ പറഞ്ഞു, പിന്നെ അറിയാൻ പറ്റുന്ന കാര്യം എന്തിനാണ് പറയാൻ പോകുന്നത്? എൻ്റെ അടുത്ത് പറയരുത്. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും സംസാരിക്കാൻ വന്നത്. അതുകൊണ്ട് പലരും എൻ്റെ അടുത്ത് അങ്ങനെ വരാറില്ല. ഞാൻ അവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്താണെന്ന് അറിഞ്ഞൂടാ. ദൈവത്തിന് മഹത്വം. നമ്മളിൽ അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടാകട്ടെ. എനിക്ക് ബോധം വന്ന കാലം തൊട്ടേ കർത്താവ് പറഞ്ഞതാണ്, കർത്താവ് തന്നൊരു ബോധ്യമാണ്. നമ്മൾ എന്തിനാണ് വല്ലവരെ പറ്റി കേൾക്കാൻ ഇല്ലാത്തത്, തിന്മ കേൾക്കാൻ നിൽക്കണം? അങ്ങനെ കേട്ടു എന്നിരിക്കട്ടെ, നമ്മൾ എന്തിനത് പറയാൻ പോകണം? എനിക്കൊരു ബെനിഫിറ്റ് ഇല്ലല്ലോ. നമ്മളിൽ ആ ക്വാളിറ്റി ഉണ്ടാകട്ടെ. ഓക്കെ, നമുക്ക് വേഗത്തിൽ മറങ്ങി വരാം. നോക്കൂ, പ്രത്യാശയ്ക്കൊരു ഭംഗം വരരുത്. അപ്പോൾ വീണുപോയ മനുഷ്യനെ തിരിച്ച് ഞാൻ എൻ്റെ കുടുംബത്തിൽ ചേർത്ത് കൊള്ളാം എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയും ഒരു വലിയ പ്രത്യാശയുമാണ് ദൈവത്തിൻ്റെ മക്കൾക്കുള്ളത്. ആ പ്രത്യാശയിലേക്കും ആ പ്രതീക്ഷയിലേക്കും നമ്മളെ ചേർത്ത് കൊള്ളാൻ വേണ്ടി വരുന്നത് യേശുവാണ്. യേശു മുഖാന്തരം അല്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. കർത്താവാണ് വഴി, കർത്താവാണ് വാതിൽ, കർത്താവാണ് ജീവൻ, കർത്താവാണ് സത്യം. യേശുവിനെ മുറുകെ പിടിച്ചിട്ടല്ലാതെ നമുക്കൊരു പ്രവേശനമില്ല, നമുക്കൊരു വാഗ്ദത്ത പൂർത്തീകരണമില്ല എന്നുള്ളതാണ്. അവരെ നമ്മൾ കാണുന്നില്ല, വാഗ്ദത്തങ്ങളെ നമ്മൾ അറിയുന്നില്ല. ഇന്ന് വരും എന്ന് പറഞ്ഞു എബ്രായ ക്രിസ്തീയ വിശ്വാസികൾ ക്ഷീണിച്ചു പോയി. അവർ ക്ഷീണിച്ചു പോയി എന്ന് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ദാസനിലൂടെ പരിശുദ്ധാത്മാവ് അരുളപ്പാടായി വെളിപ്പാടിനെ നൽകുകയാണ്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുതേ. വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറുകയില്ല. മനുഷ്യൻ വാക്ക് മാറിയാലും അവൻ വാക്ക് മാറുകയില്ല. 2021 കേന്ദ്ര സർക്കാർ ഇവിടെ കർഷക നിയമം കൊണ്ടുവന്നു. ആ നിയമം കൊണ്ടുവന്നപ്പോൾ കർഷകന്മാരുടെ പറഞ്ഞു, നിങ്ങളെല്ലാം പണക്കാരാകും. നിയമത്തെക്കുറിച്ച് വിലയിരുത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് ഞങ്ങളെ പെട്ടിയും പാട്ടവും ഒക്കെ എല്ലാം മടക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ അറിഞ്ഞതാണ്, അന്ന് 2021 പഞ്ചാബിലും UP-യിലും അവിടെ ഇവിടെയുള്ള സകല കൃഷിക്കാരന്മാരും ട്രാക്ടർ അടക്കം എടുത്ത് ഡൽഹി വരുന്ന പല പാതകളും ഉപരോധിച്ചത് നമ്മൾ കണ്ടു. എന്നിട്ട് എന്തുണ്ടായി? ഉപരോധം കടുത്തപ്പോൾ, ശക്തിയായപ്പോൾ ആ നിയമത്തെ അവർ എന്ത് ചെയ്തു? ആ വാഗ്ദാനത്തെ അവർ എന്ത് ചെയ്തു? വാഗ്ദത്തത്തെ എന്ത് ചെയ്തു? പിൻവലിച്ചു എന്നുള്ളതാണ്. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പിൻവലിക്കുന്ന വാഗ്ദത്തങ്ങളൊന്നുമില്ല. ഇവിടെ പകുതി വഴി വെച്ച് മടുപ്പിച്ച് അതിനെ പകുതി വഴി വെച്ച് ഡ്രോപ്പ് ചെയ്യുന്ന വാഗ്ദത്തങ്ങളൊന്നുമില്ല. അരുളി ചെയ്തവൻ തീർച്ചയായും സ്ഥിരമായും സ്ഥായിയുമായിട്ടുള്ള ഒരു വാഗ്ദത്തത്തെയാണ് അരുൾ ചെയ്തിരിക്കുന്നത്. അരുൾ ചെയ്തവൻ എന്നേക്കും ജീവിക്കുന്നവനാണ്. അരുൾ ചെയ്തവൻ എന്നും അന്നും നിലനിൽക്കുന്നവനാണ്. അരുൾ ചെയ്തവൻ ആൽഫയും ഒമേഗയുമാണ്. അരുൾ ചെയ്തവൻ ആദ്യനും അന്ത്യനുമാണ്. അരുൾ ചെയ്തവൻ മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് പഴയ പാമ്പായ പിശാചിന്റെ പല്ല് തകർത്ത് ഇന്ന് ജയാളിയായി എഴുന്നേറ്റ് നിൽക്കുന്നവനാണ്. അതത്രേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ അവസാനത്തോളം പ്രത്യാശിക്കണം. അതിന് നമുക്ക് ദീർഘക്ഷമ ആവശ്യമാണ്. ആ ദീർഘക്ഷമയ്ക്കുള്ളിൽ വിശ്വാസം ആവശ്യമാണ്. വിശ്വാസം എന്നത് ഒരു വലിയ ഒരു ദൈവദാസൻ പറയുന്നത് ഇങ്ങനെയാണ്. ചിലരിങ്ങനെ ചിന്തിക്കും, എന്നിൽ വിശ്വാസം ഉണ്ടോ? എനിക്ക് വിശ്വാസമുണ്ടോ? ഞാൻ വിശ്വാസിയാണല്ലോ, എനിക്ക് വാസ്തവത്തിൽ വിശ്വാസമുണ്ടോ? അപ്പോൾ കർത്താവദാസൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്ന് യേശു ക്രിസ്തുവിനെ അറിയുന്നുവോ അന്ന് മുതൽ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പ്രകാരം, വിശേഷിച്ച് റോമാലേഖനം 10-ാം അധ്യായം മുഖാന്തരം നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം പങ്കിട്ട് തന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ ആ വിശ്വാസത്തെ ഉപയോഗിക്കണം. ഇനി നിങ്ങൾ വിശ്വാസത്തെ ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കാം? നിങ്ങൾ ചിന്തിക്കൂ. എനിക്ക് ഒരു കാര്യം എടുക്കണം. എൻ്റെ ശരീരത്തിൽ 2 കൈയുണ്ട്, പക്ഷേ ആ കാര്യം എനിക്ക് എടുക്കണം. ഞാൻ ചിന്തിക്കുകയാണ്, ദൈവമേ എനിക്ക് കൈ ഉണ്ടോ എടുക്കാൻ?
ശരീരത്തിൽ കൈയിരിക്കവേ ഒരുവൻ ചിന്തിക്കുകയാണ് എനിക്കിത് എടുക്കാൻ കൈയുണ്ടോ എന്ന് ചിന്തിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നിന്റെ ശരീരത്തിൽ കൈയുണ്ട്, ആ കൈ നീട്ടി നീ എടുത്താൽ മതി. വാസ്തവമായി ക്രിസ്തുവിനെ അറിഞ്ഞ് യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു വന്ന് ദൈവ പൈതലെ, നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തിന്റെ അളവ് സ്വർഗം പങ്കിട്ട് തന്നിരിക്കുകയാണ്. നിങ്ങൾ അതെടുത്ത് ഉപയോഗിച്ചാൽ മതി. യു മസ്റ്റ് എക്സർസൈസ് യുവർ ഫെയ്ത്ത്. ആമേൻ. മനസ്സിലായില്ല? ചെറിയൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ പഞ്ചസാര തീർന്നു പോയി. അപ്പം ഞാൻ ഈ വിശ്വാസത്തിൻ്റെ വീരനായ വ്യക്തിയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾ ഉള്ളതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ വിശ്വാസം പങ്കിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാതെ വാസ്തവമായി നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയുള്ളവനാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ, യു യൂസ് യുവർ ഫെയ്ത്ത്. അപ്പോൾ ആ വരി വായിച്ച സമയത്താണ് അവൾ പറഞ്ഞത്, ചേട്ടാ പഞ്ചസാര തീർന്നു. അപ്പം ഞാൻ അവളടുത്ത് പറഞ്ഞേ, നീ കുപ്പിയെ നോക്കി പറ പഞ്ചസാര വരാൻ. അപ്പം അവൾ മുഖമൊക്കെ ചുളിക്കി, മനുഷ്യൻ പോയി എന്നാണ് തോന്നുന്നത്. പക്ഷേ അവൾ എൻ്റെ വാക്ക് അനുസരിച്ചു. എനിക്ക് തോന്നുന്നു അവൾ കുപ്പി നോക്കി പറഞ്ഞത് തോന്നുന്നത്. കാര്യം വൈകുന്നേരം പഞ്ചാര കിട്ടിയപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ പഞ്ചാര വന്നെന്ന്. മനസ്സിലായ? അത് ഉണ്ടായി വന്നതല്ല, സാധ്യതകളെ ദൈവം തുറന്നു തന്നു. സൗമ്യയുടെ അമ്മ എനിക്ക് കുറച്ച് പഞ്ചസാര തന്നു കേട്ടാ. എന്തായാലും നമ്മളിലില്ലായിരുന്നേ, അത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുപ്പിയിൽ വന്നേ. അവൾ രാവിലെ കുപ്പി എടുത്ത് കാണിച്ചു, ചേട്ടാ പഞ്ചസാര ഇല്ല. ഞാൻ പറഞ്ഞു, കുപ്പിയെ നോക്കി പറ പഞ്ചസാര വരട്ടെ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അവൾ പഞ്ചസാര ഉള്ള ഡപ്പി എടുത്ത് കാണിച്ചു, ചേട്ടാ പഞ്ചസാര എങ്ങനെയുണ്ട്? ആമേൻ. പോട്ട്. രണ്ടാമതൊരു പരീക്ഷണം, ചേട്ടാ തേങ്ങയില്ല. ഞാൻ പറഞ്ഞേ, തേങ്ങ വരാൻ പറഞ്ഞി. അവിടത്തേക്കും അത് ഉച്ചയ്ക്ക് പറഞ്ഞിട്ട് പോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവളൊരു മുഴുത്ത തേങ്ങ എടുത്തോണ്ട് വരെയാണ് വീടിനകത്ത്. ചേട്ടാ തേങ്ങ. ഞാൻ പറഞ്ഞു, എങ്ങനെ കിട്ടി? ചേട്ടാ ഞാൻ തെങ്ങിനെടുത്തെന്ന് പറഞ്ഞു. നിനക്കെന്തിന് ഇത്രയും തേങ്ങ? എനിക്കൊരു തേങ്ങ വേണം, തേങ്ങയിട്. ഞാൻ ചിരിച്ചു ചേട്ടാ. അവള് നനകലിൻ്റെ അടുത്ത് ചെന്നിട്ട് തെങ്ങിനെ നോക്കി പറയുന്നത്, നിനക്കെന്ത് ഇത്ര തേങ്ങ? എനിക്കല്ലേ തേങ്ങ, നീ ഒരു തേങ്ങയിട്. പക്ഷെ അവൾ കുറേ സമയം ഇട്ട് പറഞ്ഞിട്ട് പോയിട്ട് പുറത്ത് പോയി നോക്കി, പക്ഷെ വിടുന്നില്ല. എപ്പോഴോ ഈ കാര്യം മറന്നു നിൽക്കുന്ന സമയത്ത് ഒരു ശബ്ദം. ഓടിച്ചു നോക്കി, ഇതാ നടക്കുന്നു മുഴുത്തൊരു തേങ്ങ. ചമ്മന്തിക്കാതെ മതിയായിരുന്നു. ആമേൻ. അതവിടെ നിൽക്കട്ടെ. ഒരു ദൈവദാസന് ചർച്ച കിട്ടണം. അദ്ദേഹത്തിന് $5 മില്യൺ ആവശ്യമാണ്. അദ്ദേഹത്തിന് $5 മില്യൺ വേണം. സഭ ഹാള് പണിയണം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമല്ല, ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചാണ്, നീ സഭാ ഹാള് കെട്ട്, 50,000 പേർക്ക് ഇരിക്കണം, സഭാ ഹാള് കെട്ട്, $5 ലക്ഷം ആവശ്യമാണ്. കർത്താവ് എവിടെ നിന്ന്? എൻ്റെ കയ്യിൽ $2,500 ഉള്ളൂ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ അടുത്ത് കെട്ടാനല്ലല്ലോ പറഞ്ഞത്, ഞാൻ കെട്ടു എന്നാണ് പറഞ്ഞത്. നീ പോയി അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യ്. അദ്ദേഹം പോയി. അദ്ദേഹം പ്രാർത്ഥനയിലിരിക്കുന്നു. വിശ്വാസത്തിൽ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ആലോചന കൊടുത്തു. ഉടനെ ആ കിട്ടിയ ആലോചനയുമായിട്ട് ഭാര്യയുടെ അടുക്കൽ വന്ന് അദ്ദേഹം പറയാണ്, എടി നമുക്ക് $5 ലക്ഷം കിട്ടി. അദ്ദേഹം പറഞ്ഞു, ചേട്ടന് ക്രാക്കായി. ചേട്ടൻ പ്രാർത്ഥന മുറിയിൽ ചാടി വന്നിട്ട് പറയുകയാണ് $5 ലക്ഷം കിട്ടിയെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ലടി കിട്ടി, ഞാൻ കൊണ്ടുവരാം. അദ്ദേഹം ഇറങ്ങി നേരെ ഒരു വലിയ ബാങ്കിൻ്റെ അടുത്ത് പോയി. ആ ബാങ്കിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് $5 ലക്ഷം ചെക്ക് എഴുതി തരണം. അപ്പോൾ ബാങ്ക് പറഞ്ഞു, ഞാൻ എങ്ങനെ എഴുതി തരും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാര്യമോ, നിങ്ങൾ ഇന്ന് എനിക്ക് ചെക്ക് എഴുതി തന്നാൽ 10,000 അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ഈ വർഷം ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചപ്പോൾ, ഓക്കെ, മുൻപരിചയമില്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ജെനുവിനിറ്റി ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ ഉള്ളിൽ അദ്ദേഹം ദൈവാത്മാവിനോട് സംസാരിക്കുകയാണ്, ഇയാൾ എന്തായാലും അടിച്ചു പുറത്തിറക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പകരപ്പെട്ട വിശ്വാസത്തിൽ ധൈര്യം പ്രാപിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് കേട്ടുകൊണ്ട് അദ്ദേഹം ചെന്ന് ചോദിച്ചു, ചെക്ക് എഴുതി കൊടുത്തു. $5 ലക്ഷം $5 ലക്ഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നു. മനോഹരമായിട്ടുള്ള ഒരു ചർച്ച ബിൽഡിംഗ് അദ്ദേഹം കെട്ടി എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തെ ഉപയോഗിക്കാൻ പഠിക്കണം. ആമേൻ. നമ്മൾ വിശ്വാസം ഉണ്ടോ എന്നുള്ള ചോദ്യം വരരുത്. സംശയം പിശാചാണ് കൊണ്ടുവരുന്നത്. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, ദൈവ സുബോധത്തിൻ്റെ ദൈവമാണ്. യു മസ്റ്റ് യൂസ് ആൻഡ് എക്സസൈസ് യുവർ ഫെയ്ത്ത്. അങ്ങനെ ദൈവത്താൽ നൽകപ്പെട്ട വിശ്വാസത്തെ ജീവിതത്തിൽ അഭ്യസിപ്പിക്കുന്ന അഭ്യാസിയെ മാത്രമേ കർത്താവ് വിശ്വാസി എന്ന് വിളിക്കുകയുള്ളൂ. ഇന്നു മുതൽ നമ്മളങ്ങനെ ചെയ്യാമോ? ഹല്ലേലൂയ. നമുക്കൊരു സ്വസ്ഥതാ പ്രവേശനമില്ലേ? നമുക്കൊരു വാഗ്ദത്ത നിവർത്തീകരണമില്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ശുഭഭാവിയില്ലേ? അതിലേക്ക് എത്തുന്നത് വരെ ആകാശത്തിന്റെ കീഴെ അപ്പത്തിനും വെള്ളത്തിനും ഒരു തരത്തിലുള്ള മുട്ടും വരാതെ നമ്മെ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ ഒരു നല്ല കർത്താവില്ലേ? അവിടുന്ന് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മെ വഴിയരികിൽ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കോ അവൻ ഒരു മുട്ടും ഒരു കുറവും വരുത്തുകയില്ല. കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ.
ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വഞ്ചിക്കുന്നവനായി തീരും. ഇത് അദ്ദേഹം കേട്ട ശബ്ദത്തിന് പുറത്ത് ചെയ്തതാണ് കേട്ടോ. അതിനെ റേമ എന്ന് പറയും. ലോഗോസിൽ ആശ്രയിച്ച് ചെയ്തതല്ല. നോക്കൂ, ഒരു യൂത്ത് മീറ്റിംഗ് നടക്കുന്നു. യൂത്ത് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് കുറേ വ്യക്തികൾ യൂത്ത് മീറ്റിങ്ങിന് കൂടി. ഭയങ്കരമായ മഴ വന്നു. ഒരു നദി ക്രോസ് ചെയ്ത് ഒരു 3 പെൺകുട്ടികൾക്ക് അപ്പുറത്തെ വീട്ടിൽ പോകണം. നദിയിൽ ഭയങ്കരമായ വെള്ളം, സമയം ഇരുട്ടുന്നു. വീട്ടുകാർ അന്വേഷിക്കും, മുന്നോട്ട് പോകണം. അവർ ബൈബിൾ തുറന്നു വെച്ചിട്ട് വെള്ളത്തിൻ്റെ മേൽ നടക്കുമാറാക്കിയ പത്രോസും കർത്താവിനെയും കുറിച്ച് ചിന്തിച്ചു. മുട്ടുമേൽ നിന്ന് കരങ്ങളെ ചേർത്ത് പിടിച്ചൊരു പ്രാർത്ഥന, കർത്താവേ, പത്രോസ് വെള്ളത്തിൻ്റെ മേൽ നടന്നു, ഞങ്ങളും ഇതാ നടക്കാൻ പോകുന്നു. അവർ ഭയങ്കരമായ പാട്ടും പ്രാർത്ഥനയും അന്യഭാഷയും കരയിലിരുന്നു കൊണ്ട്. അപ്പോൾ അടുത്തുണ്ടായിരുന്ന യൂത്ത് മീറ്റ് ലീഡറും ബാക്കിയുള്ളവരും പറഞ്ഞു, നിങ്ങൾ പോകരുത്. ഇല്ലില്ല, ഞങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യണമെന്നാണ് ദൈവദാസൻ പറഞ്ഞത്. ഇവർ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ആശ്രയിച്ച് പത്രോസിൻ്റെ ജീവിത കാലം മുഴുവനും ഏറ്റുപറഞ്ഞിട്ട് ഇവർ മഴ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിൽ ഈ 3 പേരും കൂടെ ഒരുമിച്ച് കൈപിടിച്ച് പ്രവൃത്തി ചെയ്താൽ വലത് കാലെടുത്ത് നദിയിലേക്ക് വച്ചു. അത്ഭുതം, വെള്ളം ഒഴുകിക്കൊണ്ടുപോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ജഡം പൊങ്ങി. അപ്പോൾ ആൾക്കാർക്കിടയിൽ ഭയങ്കരമായ സംശയം, എടാ ഇതെന്താ സംഭവം? അന്ന് ന്യൂസ് പേപ്പറിൽ വാർത്തയായി, ദൈവത്തിന് ശക്തിയില്ലയോ, ക്രിസ്ത്യാനികളുടെ ദൈവം മരിച്ചുപോയോ? ദിസ് ഇസ് എ റിയൽ ഇൻസിഡന്റ് കേട്ടോ, ഞാൻ ഉണ്ടാക്കി പറയുന്നൊരു കഥയല്ല. മരിച്ചുപോയോ? വിശ്വാസികൾക്ക് തളർച്ചയുണ്ടായി. 3 കുട്ടികൾ മരിച്ചുപോയിരിക്കുന്നു. വിശ്വാസത്തിൽ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു, അഭ്യാസം ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എന്തുണ്ടായി? മരണം സംഭവിച്ചു. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ ആ സഭയിലെ ദൈവത്തിൻ്റെ ദാസൻ ഭയങ്കരമായി ഉള്ളം കലങ്ങി. ദൈവത്തിൻ്റെ സന്നിധി ചെന്നിരുന്നു, മുട്ടുമടക്കി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു, ദൈവമേ, ദൈവസഭ മുഴുവനും ദൈവത്തെ ദുഷിക്കുന്നു, എന്താ സംഭവം? അങ്ങയുടെ നാമം വിളിച്ചു, അങ്ങയുടെ വിശ്വാസത്തിൽ ആശ്രയിച്ചു, അങ്ങയുടെ വചനങ്ങളെ ഉരുവിട്ടു, അവർ അങ്ങയുടെ പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങി. പക്ഷെ അവർക്ക് എന്തുണ്ടായി? മരണമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സ്വർഗത്തിനുള്ള മറുപടി എന്താണെന്ന് അറിയാമോ? എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലുള്ളതെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് പ്രവർത്തിക്കാനല്ല ദൈവം പറയുന്നത്. എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നിന്ന് നമുക്ക് അരുൾ ചെയ്തു വരുന്ന വചനങ്ങളുണ്ട്. ആ അരുൾ ചെയ്തു വരുന്ന വചനങ്ങളിൽ ആശ്രയിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ വീരപ്രവൃത്തികളെ കാണാൻ കഴിയുന്നത്. വാസ്തവമായും വ്യക്തമായും പിന്നിലോട്ടൊരു കാല് വയ്ക്കാതെ മുന്നോട്ട് തന്നെ ഓടാൻ ശക്തി ധരിച്ചുകൊണ്ട് ദൈവം അരുളി ചെയ്യുന്ന വചനമുണ്ട്. ആ അരുളി ചെയ്യുന്ന വചനത്തിൽ കേന്ദ്രീകൃതമായി നിൽക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ അത്യത്ഭുതങ്ങളെ കാണാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വസ്ഥതാ പ്രവേശനത്തിലേക്ക്, വാഗ്ദത്ത പ്രവേശനത്തിലേക്ക്, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിശ്രമത്തിലേക്ക് കടക്കാൻ അരുൾ ചെയ്യപ്പെട്ട വചനങ്ങളെ അനുദിനം നമ്മൾ കേൾക്കുന്നവരായി തീരണം. നമ്മൾ അവസാനത്തോളം പ്രതീക്ഷിക്കണം. യേശു ഇന്ന് വന്നില്ലയോ, യേശു നാളെ വരും. യേശു നാളെ വന്നില്ലയോ, യേശു മറ്റന്നാൾ വരും. എൻ്റെ മരണകാലം വരെ വന്നില്ലയോ, മരണത്തിൻ്റെ മേൽ ജയം തരുന്ന കർത്താവ് അതിന് മുകളിൽ ഇറങ്ങി വന്ന് മണ്ണിൽ നിന്നും എന്നെ എടുത്ത് മൺമയമായ ശരീരം മാറ്റി വിൺമയമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതാണ് പ്രതീക്ഷയും പ്രത്യാശയും എന്ന് പറയുന്നത്. പ്രതീക്ഷയ്ക്കും പ്രത്യാശത്തിനും ഭയങ്കരമായ നിശ്ചയമുണ്ടായിരിക്കണം, സ്ഥിരമായിരിക്കണം. നേരത്തെ നമ്മൾ കേട്ടതുപോലെ. കാരണം നമ്മളുടെ പ്രത്യാശ എന്ന് പറയുന്നത് അകത്ത് കയറുന്ന പ്രത്യാശയാണ്, പുറത്തു പോകുന്ന പ്രത്യാശയല്ല. ഹല്ലേലൂയ. നമുക്ക് 3-ാമത്തെ ഭാഗത്തിലോട്ട് വരാം. നമുക്ക് സമയമില്ലല്ലോ, വേഗത്തിൽ അതിക്രമിച്ചു പോവുകയാണ്. കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സ്വസ്ഥത എന്ന വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന 3-ാമത്തെ ഘടകം എന്ന് പറയുന്നത് പരസ്പര കരുതലാണ്. പരസ്പര കരുതൽ. എന്തുകൊണ്ടാണ് കരുതൽ ആവശ്യം വരുന്നത്? എവിടെയാണ് കരുതൽ ആവശ്യം വരുന്നത്? കരുതൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭാവിയിലേക്കുള്ള സൂക്ഷിച്ചു വയ്പ് എന്നുള്ളതാണ്. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനത്തെ ഭാവി കാലത്തും ഉപയോഗിക്കാൻ വേണ്ടി അത് നശിച്ചു പോകാതെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നതിനെയാണ് കരുതൽ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സഭയുടെ മേൽ ദൈവത്തിന് കരുതലുണ്ട്. അത് നശിച്ചു പോകരുത് എന്നുള്ള ദൈവത്തിൻ്റെ കരുതലുണ്ട്. ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നാശം വരരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി കരുതുന്നത് പോലെ, ഭാര്യ ഭർത്താവിന് വേണ്ടി കരുതുന്നത് പോലെ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കരുതുന്നത് പോലെ എല്ലാ ചിന്താകുലങ്ങളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കുന്ന സന്നിധാനത്തിൽ നമുക്ക് ദൈവത്തിൽ നിന്നും ഒരു വലിയ കരുതൽ ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന ദൈവവൈദ്യങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് പരസ്പരം ഒരു കരുതൽ ഉണ്ടാകണം. ഞാൻ ചിന്തിച്ചു, ദൈവമേ, എന്താണ് ഈ പരസ്പര കരുതൽ? പരസ്പരം നിങ്ങളുടെ ഭാരങ്ങളെ നിങ്ങൾ ഏറ്റുപറയണം. ദൈവത്തിൻ്റെ സന്നിധാനത്ത് ആ ഭാരങ്ങളെ നിങ്ങൾ ഇറക്കി വയ്ക്കണം. നിങ്ങളുടെ വിഷമങ്ങൾ പറയണം. നിങ്ങൾ വന്ന ദുഃഖത്തോടുകൂടെ നിങ്ങൾ മടങ്ങി പോകരുത്, വന്ന വേദനയോടുകൂടെ നിങ്ങൾ മടങ്ങി പോകരുത്. ദൈവത്തിൻ്റെ സഭ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുന്ന ഇടമാണ്.
ദൈവത്തിന്റെ സഭ വേദനകളെ മറക്കുന്ന ഇടമാണ്. ദൈവത്തിന്റെ സഭ ഇല്ലായ്മകളെ, കുറവുകളെ നികത്തുന്ന ഇടമാണ്. ദൈവത്തിന്റെ സഭ ദൈവം വസിക്കുന്ന ഇടമാണ്. പരസ്പരമായ കരുതലിന് വേണ്ടി ദൈവത്തിന്റെ ദാസൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, നിങ്ങൾ സഭാ യോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് എന്നുള്ളതാണ്. 10:26 കൊടുത്തിരിക്കുന്നു. പരസ്പരമായ കരുതൽ. അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്, നിങ്ങൾ അന്യോന്യം സൂക്ഷിക്കണം. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നിരുന്ന മനുഷ്യൻ ഇന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു കരുതലുണ്ട്. നമ്മുടെ മുൻനിരയിലിരുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞോ? കഴിഞ്ഞ ആഴ്ച ആരാധനയ്ക്ക് വന്നവരെ ഈ ആഴ്ച കാണാൻ പറ്റിയോ? കഴിഞ്ഞ ആഴ്ച നമ്മോട് സംസാരിച്ച സഹോദരിയെ, കഴിഞ്ഞ ആഴ്ച നമ്മോട് സംസാരിച്ച സഹോദരനെ, നമ്മൾ അന്ന് കണ്ട ആ യൗവനക്കാരനെ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞോ എന്നുള്ള ഒരു വലിയ ആർജവം നമ്മുടെ ഉള്ളത്തിലുണ്ടായി വരുന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ കരുതൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ഈ കരുതൽ ഉണ്ടാകണം. സഭാ യോഗങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? സഭാ യോഗങ്ങൾക്കകത്ത് നമ്മുടെ ഭാരങ്ങൾ ഇറങ്ങിപ്പോകുന്ന ഇടമാണ്, നമ്മുടെ ആശ്വാസം കണ്ടെത്തുന്ന ഇടമാണ്. മാത്രമല്ല, നമ്മുടെ മനസ്സിലെയും ശരീരത്തിൻ്റെയും മുറിവുകൾ ഉണങ്ങുന്ന ഇടമാണ്. മാത്രമല്ല, നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശക്തി ലഭിക്കുന്ന ഇടമാണ് ദൈവത്തിൻ്റെ സഭ. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം പ്രബോധിപ്പിക്കണം, പരസ്പരം നിങ്ങൾ ആശ്വസിപ്പിക്കണം, പരസ്പരം നിങ്ങൾ കരുതണം. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുതേ എന്നുള്ളത്. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമുക്ക് ശക്തി ലഭിക്കുന്നത് ആലയത്തിൽ വെച്ച് മാത്രമാണ്. പരസ്പരം അത് മറ്റൊരിടത്തും കാണാത്ത ഇടമാണ്. എൻ്റെ കുടുംബസ്ഥൻ, എൻ്റെ അതേ നിറമുള്ളവൻ, എൻ്റെ അതേ കുലത്തിൽപ്പെട്ടവൻ, എൻ്റെ അതേ പേരുള്ളവൻ, എൻ്റെ അതേ ഇനീഷ്യലുള്ളവൻ എന്നുള്ള വിവേചനങ്ങളൊന്നുമില്ലാതെ പരസ്പരം ഞാൻ, അവൻ ഒന്ന്, അവൻ എൻ്റെ സഹോദരൻ, അവൻ എൻ്റെ സഹോദരി. ആമേൻ. ഈ ഒരു പരസ്പര ഐക്യം വാഗ്ദത്ത പ്രവേശനത്തിലേക്ക് പോകുന്നവർക്ക് ഭൂതലത്തിൽ ഉണ്ടാകണം എന്ന് കർത്താവ് പറയുന്നു. നാലാമതായിട്ട്, അവസാനമായി, ഒടുവിലായി, കർത്താവ് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ആവശ്യമായിരിക്കേണ്ടതായ നാലാമത്തെ ഘടകം സഹിഷ്ണുതയാണ്. പറഞ്ഞാട്ടെ, സഹിഷ്ണുത. നിങ്ങൾ ഇത്രയും നേരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് സഹിഷ്ണുതയുടെ ഭാഗമാണ്. ആണോ? ഇതേ സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ അവസാനത്തോളം വേണമെന്നാണ് പറയുന്നത്. ഇതിലും വലിയൊരു ഉദാഹരണം ഇല്ല, ഇതിലും വലിയൊരു അനാലജി പറയാനില്ല. നിങ്ങൾ വളരെ സഹിഷ്ണുതയോടുകൂടെ എൻ്റെ വാക്കുകൾക്ക് ചെവി തരുന്നത് വാസ്തവത്തിൽ ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഏറ്റവും വലിയ മാതൃകയാണ്. ജീവിതകാലം മുഴുവനും സ്വർഗത്തിൻ്റെ തലങ്ങളിലേക്ക് പ്രവേശിതനായി മഹാപൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇന്നും എന്നേക്കും ഇരുന്നവനും വരുന്നവനുമായ കർത്താവായ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് കയറാൻ ഭൂമിയിൽ പാർക്കുമ്പോൾ നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്. ആർക്കാ സഹിഷ്ണുത ഇല്ലാത്തതെന്നറിയാമോ? ആർക്കായിരിക്കും സഹിഷ്ണുത ഇല്ലാത്തത്? ക്ഷമയില്ലാത്തത് കുട്ടികൾക്കാണ്. തിരുവചനം പറയുന്നു, ശിശുക്കൾക്ക് സഹിഷ്ണുതയില്ല, അവർക്ക് വാശിയാണ്. ഇപ്പം എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, ഇപ്പം മൂത്തവൻ ഒരു സാധനം എടുത്തു, ഇളയവൻ അത് കണ്ടാൽ അവനത് വേണം എന്നുള്ളതാണ്. അപ്പോൾ പീരുണ്ട് മറിഞ്ഞ് സാധനങ്ങൾ വാരി ആടിച്ച് സഹിഷ്ണുതയില്ല. നമ്മൾ പറയും, നീ ഒന്ന് വെയിറ്റ് ചെയ്യുക, അവൻ കളിച്ചിട്ട് തരും. എവിടെ? ഇനി ഇളയവനൊരു സാധനം എടുത്തു, മൂത്തവനത് അപ്പം തന്നെ വേണം. ഇന്നലെ ഒരു ബ്രഷ് എടുത്ത് രാത്രി പാത്രം തട്ടുന്നു. ഇളയവൻ ബ്രഷ് എടുത്ത് തട്ടണ കണ്ടപ്പോൾ അവൻ ആ ബ്രഷ് വേണം. ഓടിച്ചെന്ന് മറ്റവനെ നുള്ളി അള്ളി ഞെക്കി ബ്രഷ് വാങ്ങിച്ചു. എന്നിട്ട് ഇവൻ തട്ടിക്കൊണ്ട് നടക്കുന്നു. അപ്പം മറ്റവൻ പോയി ഒരു സ്പൂൺ എടുത്തു. ഉടനെ ഈ ബ്രഷ് എടുത്ത് വലിച്ചിട്ട് സ്പൂണിന് വേണ്ടി വരികയാണ്. സഹിഷ്ണുതയുണ്ടോ? നമ്മുടെ സഹിഷ്ണുത പോകും. രാത്രി 10 മണിക്ക് ശേഷമാണ് ഈ കലാപരിപാടികൾ. മോളിൽ കിടക്കുന്നവർക്ക് സഹിഷ്ണുതയില്ല. അപ്പോൾ സഹിഷ്ണുത വളരെ ആവശ്യം ജീവിതത്തിൽ. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ശിശുക്കൾക്ക് സഹിഷ്ണുതയില്ല, അവർക്ക് ഇപ്പോൾ വേണം, ഇന്ന് വേണം, ഈ സമയം വേണം. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ താല്പര്യവും അവർ മനസ്സിലാക്കുന്നില്ല. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇംഗിതം മനസ്സിലാക്കുന്നവർ ആയിരിക്കണം. അതിന് പക്വത ആവശ്യമാണ്. ആ പക്വതയ്ക്ക് നമ്മൾ എവിടെ പോകും? നമ്മൾ വളരുന്നവരായി തീരണം. ആമേൻ. ഞാൻ ഇങ്ങനെ ഓരോ ദിവസം ചിന്തിച്ചു, ദൈവമേ, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ക്ഷീണം? ചില സമയങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ചെറിയ മയക്കങ്ങൾ വരാറില്ലേ? ആത്മീയ ജീവിതത്തിൽ മയക്കം വരാറില്ലേ? പിന്നെ സഭായോഗത്തിൽ നമുക്ക് മയക്കം വരാറില്ലേ സഹോദരങ്ങളെ? ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഈ മയക്കം മാറാൻ എന്ത് ചെയ്യണം? അപ്പം എൻ്റെ ഉള്ളിൽ വന്ന് ചിന്ത, തീരെടുത്തിരുന്നാൽ മതി എന്നുള്ളതാണ്. കാര്യം ഈ തീരെടുത്തിരിക്കുന്നവർക്ക് ആർക്കും എന്ത് വരില്ല? ചൂടടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ചിന്തിച്ചു, ദൈവമേ, ശരിയാണല്ലോ, കത്തി അമരുന്ന മുൾപടർപ്പിൻ്റെ അടുത്ത് മോശ ഇരുന്നു. പുള്ളി എത്ര കാലം ഇരുന്നാലും ഉറങ്ങൂല. കാര്യം തീ. കണ്ടോ?
പണ്ട് ഞങ്ങൾ ക്യാമ്പ് ഫയറിന് പോയിട്ടുണ്ട് NCC ഇരുന്ന സമയത്ത്. അപ്പോൾ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് ഈ വലിയ തടിക്കഷ്ണങ്ങളും എല്ലാം ഇട്ട് കൂട്ടി ഭയങ്കരമായിട്ട് കത്തിച്ചങ്ങിടും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെല്ലാം പറ്റമായിട്ട് വട്ടം കണക്കിനിരിക്കും. നമുക്ക് ആർക്കും ഉറക്കം വരില്ല, കാര്യം തീ. അപ്പോൾ ആത്മാവിലെ ചൂട് നഷ്ടപ്പെടുമ്പോഴാണ് വാസ്തവത്തിൽ മയക്കം ഉണ്ടാകുന്നത്. പിന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ എവിടെ കൂട്ടിക്കൊണ്ടുവന്ന് അറിയാമോ? മാളിക മുറിയിലേക്ക്, അപ്പോസ്തല പ്രവൃത്തി 2 അവിടെ ചെന്നപ്പോഴേ മുൾപ്പടർപ്പിലല്ല തീ, പുറത്തല്ല തീ, തടിക്കടയിലല്ല തീ, ഉള്ളിലാണ് തീ. അവരുടെ മേൽ അഗ്നിനാവുകൾ തെളിഞ്ഞു എന്നുള്ളതാണ്. അപ്പം മേൽ വന്ന അഗ്നിനാവ് അകത്തിറങ്ങിയവനെ സംബന്ധിച്ചിടത്തോളം അകത്തൊരു ചൂടുണ്ടാകും. ദൈവാത്മാവിന്റെ പ്രസൻസ്, സാന്നിധ്യം, ആ ചൂടകത്തുള്ളവന് മയക്കം തട്ടുകയില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. സോ സഹിഷ്ണുത നമുക്കുണ്ടാകാൻ പക്വത ആവശ്യമാണ്. പക്വത എങ്ങനെ ഉണ്ടാകുന്നു? പക്വത വളർച്ചയിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു കാരണവശാലും ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ദൈവത്തിൻ്റെ തിരുവചനം പൊരുൾ തിരിച്ചു തരാൻ കഴിയില്ല. ഇന്ന് ഈ ദിവസം നിങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളുടെ പൊരുൾ തിരിച്ചറിയാൻ എൻ്റെ മുമ്പിൽ ദൈവം അനുവദിച്ചത് 12 വർഷങ്ങളാണ്. നീണ്ട 12 വർഷങ്ങൾ ദൈവവചനത്തോട് അനുസരണമുള്ളവനായി തിരുവചനത്തെ ഒരു കുട്ടിയെ പോലെ ചെന്നിരുന്ന് പഠിച്ച് രഹസ്യത്തിലും പരസ്യത്തിലും പബ്ലിക് ലൈഫിലും ജോലി സ്ഥലത്ത് പോലും ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ വായിച്ചും ധ്യാനിച്ചും മനനം ചെയ്തും എൻ്റെ പക്വതയുള്ള ശുശ്രൂഷകന്മാരും എന്നെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരും പറഞ്ഞു തരുന്നതിനെ കേട്ടും ചികഞ്ഞും 12 വർഷങ്ങൾ, നീണ്ട 12 വർഷങ്ങൾ സഹിഷ്ണുതയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധാനത്ത് ഇരിക്കുമ്പോൾ പൊരുൾ തിരിച്ചു തരാൻ ദൈവം എഴുന്നേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പക്വതയ്ക്ക് വളർച്ച ആവശ്യമാണ്. അകത്ത് വളർച്ച ആവശ്യമാണ്, പുറത്ത് വളർച്ച ആവശ്യമാണ്, ജീവിതത്തിൽ വളർച്ച ആവശ്യമാണ്. വളരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ സഭ, തളരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. We must grow in Christ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേർ ഈ പക്വതയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? ആ പക്വത എത്തിയത് കൊണ്ട് അയ്യോബ് പറഞ്ഞത് 10 മക്കൾ മരിച്ചും വീട്ടുമുറ്റത്ത് കിടന്നാലും, എൻ്റെ ഭാര്യ എന്നെ ഭ്രാന്തൻ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയാലും, എൻ്റെ വീടും എൻ്റെ നാടും എൻ്റെ കൂട്ടാരും എല്ലാവരും നശിച്ചു പോയാലും, എൻ്റെ ദേഹത്തിൽ വ്രണങ്ങൾ പൊങ്ങിയാലും, അത് നാക്കി കുടിച്ചാലും, അതിനെ ചിരട്ട കഷ്ണം കൊണ്ട്, ഓട്ട് കഷ്ണം കൊണ്ട് ചുരണ്ടി എറിഞ്ഞ് ചാരത്തിൽ ഇരിക്കേണ്ടി വന്നാലും എന്നെ ജനിപ്പിച്ച നാഥനെ ഞാൻ തള്ളിപ്പറയുകയില്ല. എന്നെ ജനിപ്പിച്ച നാഥനോട് ഞാൻ പിറുപിറുക്കുകയില്ല. അവൻ എൻ്റെ നാഥനല്ലോ. ഒടുവിൽ ഞാൻ പൊടിമേൽ നിൽക്കും, എൻ്റെ നാഥന്റെ മുഖം ഞാൻ കാണും. ചിതഞ്ഞുപോയ ചിതലുകൾ പോലെ പൊടിഞ്ഞുപോയ ഈ ശരീരത്തെ ദൈവം എനിക്ക് മടക്കിത്തരും. അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ, അവൻ ജീവിക്കുന്നു. ഈ ചിന്ത അദ്ദേഹത്തിന് വന്നത് എവിടെയാണ്? ആത്മീയ പക്വത ഉണ്ടായപ്പോഴാണ്. ഞാൻ ദൈവത്തിൻ്റെ സഭയോട് പറയുന്നു, കർത്താവിലുള്ള ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ, കർത്താവ് നമുക്ക് വേണ്ടി ഒരു സ്വസ്ഥത ഒരുക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ, ദൈവം നമുക്ക് വേണ്ടി ഒരു വിശ്രമ സ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഈ ഭൂമിയിലുള്ള നമ്മുടെ എല്ലാ ജോലികളിൽ നിന്നും ഒരു നിവൃത്തി, ഫുൾ സ്റ്റോപ്പ്. EMI അടയ്ക്കണ്ട, പാലും മാവും വാങ്ങിക്കൊണ്ട് വരണ്ട, കുട്ടികളെ പഠിപ്പിക്കണ്ട, ഭാര്യയുടെ ഭർത്താവിൻ്റെ വയറ് പോറ്റണ്ട, ഭാരങ്ങൾ വേണ്ട, പ്രയാസങ്ങൾ വേണ്ട, കിളയ്ക്കണ്ട, ഓടണ്ട, ചാടണ്ട, ശാരീരിക അധ്വാനങ്ങളെല്ലാം നിന്നു പോകുന്ന ഒരു സമയമുണ്ട്. അതിനെ ദൈവം വിളിക്കുന്ന പേരാണ് സ്വസ്ഥതാ പ്രവേശനം. ഹല്ലേലൂയ. സഹിഷ്ണുത നമുക്ക് വളരെ ആവശ്യം. അബ്രഹാമിനെ എടുത്തു വെച്ച് ഉദാഹരണമാക്കി ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ്, എത്ര വർഷം താൻ കേട്ട വാഗ്ദത്തം തന്നിലേക്ക് പ്രാപിപ്പാൻ, അവകാശമാക്കാൻ താൻ സഹിഷ്ണുതയോടെ കാത്തിരുന്നു. ഹല്ലേലൂയ. പ്രയാസങ്ങൾ വന്നില്ലെന്നല്ല, ബുദ്ധിമുട്ടുകൾ വന്നില്ലെന്നല്ല, ശത്രുക്കൾ തന്നെ പീഡിപ്പിക്കാനും അപഹരിക്കാനും ജീവനെ പകയ്ക്കാനും നോക്കിയില്ല എന്നല്ല. പക്ഷേ കർത്താവായ യേശു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ദൈവത്തോട് തൻ്റെ ആവശ്യങ്ങൾ അറിയിച്ച്, അഭയയാതനെ അറിയിച്ച്, തൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ച് താൻ ജയിച്ചു മുന്നോട്ട് പോയതുപോലെ സകല ബലഹീനതകളെയും നാം ജയിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഒരു നാൾ, നാം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു നാൾ, നമ്മുടെ സഭയുടെ ശുഭപ്രതീക്ഷയായ ആ ഒരു നാൾ സമീപിച്ചു വരും. നമ്മൾ ഒരുമിച്ച് മൺമയമായ ഈ ലോകത്ത് നിന്നും വിൺമയമായ ലോകത്തിലേക്ക് പ്രവേശിതരാകാനിടയാകും. ഹല്ലേലൂയ. നമുക്ക് സഹിഷ്ണുത പലർക്കും ഇല്ലാതെ പോകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? സ്വന്തം അഭിരുചിക്ക് അനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടു കൂടെ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്ത് വരാൻ ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ നമ്മുടെ ദൈവം ഒരു ബംഗാളി അല്ല. കർത്താവേ അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അത് ചെയ്യൂ, ആന ചെയ്യൂ
എന്ന് അറിവില്ലായ്മയിൽ നിന്നും പറഞ്ഞ് കർത്താവിനെ പണിയെടുപ്പിക്കാൻ നമ്മുടെ ദൈവം ഒരു ബംഗാളിയല്ല എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കണം. നമുക്ക് സഹിഷ്ണുത ഏറെ ആവശ്യം. ചില ഭാഗങ്ങൾ നമുക്ക് ക്രമീകരിക്കപ്പെടേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റുപറയേണ്ടതായിട്ട് വരും. വാഗ്ദത്തം ഇറ്റ്സ് എ റെഗുലർ കോൾ, ഇറ്റ്സ് എ കോമൺ കോൾ. ലോകത്തുള്ള സകലരോടും പറഞ്ഞിരിക്കുന്ന പൊതുവായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. വ്യക്തിപരമായും ലഭിക്കും. പക്ഷെ അപ്പോൾ തന്നെ ആ വാഗ്ദത്തങ്ങളിലേക്ക് നാം പ്രവേശിപ്പാൻ നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്. വിശ്വാസത്തോടു കൂടിയ ദീർഘക്ഷമ നമുക്ക് വളരെ ആവശ്യമാണ്. പരസ്പരമുള്ള കരുതൽ നമുക്ക് ഏറെ ആവശ്യമാണ്. മാത്രമല്ല ഉത്സാഹത്തോടുകൂടെ നമ്മൾ അനുദിനം അനുസരിക്കുന്നവരായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസംഗ ഭാഗത്ത് നിന്നും ഇരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ദൈവം നമ്മോട് പറയുന്നു, നിന്നെ ഞാൻ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളും. ഒരു വേട്ടക്കാരനും ഞാൻ നിന്നെ വിട്ടുകൊടുക്കുകയില്ല. നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വലയിലും ഞാൻ നിന്നെ അകപ്പെടുത്തുകയില്ല. പണ്ട് അബീമലേക്കിൻ്റെ കൊട്ടാരത്തിനകത്ത് സാറായിയെ പിടിച്ചുകൊണ്ടുപോയി മോശമായി അവളോട് പെരുമാറാൻ വേണ്ടി രാജാവ് എഴുന്നേറ്റ് വന്നപ്പോൾ ദൈവത്തിൻ്റെ അഗ്നിവാളുകൾ അവനെതിരായി നിന്നു എന്ന് നമ്മൾ കാണുന്നു. ഇന്ന് വെളുപ്പിന് 12 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മാത്രം താമസിച്ചിരുന്ന വീട്ടിനകത്ത് ഒരുത്തൻ വീട് കുത്തി തുറന്ന് കയറി, അകത്ത് കയറി. അമ്മ മാത്രം ഉറങ്ങുന്നു, പപ്പയില്ല. ഞാൻ പെരുകാവ് വീട്ടിലാണ്, അമ്മ പാപ്പനും കൂടെ വീട്ടിലാണ്. ആ വീട് കണ്ടപ്പോൾ അടച്ചുറപ്പില്ലാത്ത വീടാണെന്ന് മനസ്സിലാക്കുകയും പിൻവാതിലിലൂടെ ഇവൻ കതക് തുറന്നകത്ത് കയറുകയും ചെയ്തു. വീട്ടിനകത്ത് അമ്മ കിടക്കുന്ന മുറിക്കകത്ത് കാൽപ്പെരുമാറ്റ ശബ്ദം കേട്ട് 12:30 മണി കഴിഞ്ഞപ്പോൾ ഉച്ചസ്വരത്തിൽ വിളിച്ചുകൊണ്ട് അവർ എഴുന്നേറ്റു. കയ്യിൽ എടുക്കാൻ ടോർച്ചുകളൊന്നും കിട്ടുന്നില്ല, സ്വിച്ച് ഇടാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തൻ്റെ മൊബൈൽ തെളിച്ചുകൊണ്ട് അടിച്ചു നോക്കുമ്പോൾ ഒരു കാവി വസ്ത്രം ധരിച്ച് ചന്ദന കളർ ഷർട്ട് ഇട്ടുകൊണ്ട് ആജാനുബാഹുവായി ഒരു മനുഷ്യൻ തൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. താൻ അലറി ഒരു വിളി വിളിച്ചു. ആ വിളിയിൽ അവൻ ഇറങ്ങി ഓടി. ഇന്ന് വെളുപ്പിന് 2 മണിയായപ്പോൾ 1 മണി മുതൽ 2 മണി വരെ ഞാൻ അവിടെയായിരുന്നു. വെളുപ്പിന് അവരെ തൂക്കിയെടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ അവിടെ എല്ലാം അന്വേഷിച്ചു, പക്ഷെ അവനെ കിട്ടിയില്ല. ദൈവത്തിൻ്റെ മക്കളുടെ കരുതൽ. വാഗ്ദത്തം ചെയ്യുന്നവൻ വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞവൻ മാറുകയില്ല. നമ്മൾ ഭയപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, ഭയത്തെ പുറത്താക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ദൈവം നമ്മെ കരുതുമെന്ന് പറഞ്ഞാൽ അവൻ കരുതിയിരിക്കും. ദൈവം നമ്മെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ സംരക്ഷിക്കും. 100% ഉറപ്പോടുകൂടെ നമ്മുടെ ജീവിതത്തിനകത്തുന്ന അനുഭവങ്ങളോടൊപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ ദൈവം നശിപ്പിക്കുന്ന ദൈവമല്ല, അവൻ നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം.